ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭു നിർമായ ശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാവരും ഉണർന്നിരിക്കുകയല്ലേ? അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ക്ലാസ്സിൽ മൂന്നാമത്തെ ക്ലാസ്സിലൊക്കെ ഇരിക്കുകയാണോ? നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞത് വരാൻ ശ്രമിക്കാം, അത്രേ പറ്റുള്ളൂ. വരുന്നതും ഇരിക്കാൻ പറ്റണതും കേൾക്കാൻ പറ്റുന്നതൊക്കെ പിന്നെ അത് നമ്മളെ കയ്യിലല്ല. ഇനി വരാൻ ശ്രമിക്കുന്നത് പോലും നമ്മുടെ കയ്യിലല്ല എന്നുള്ളത് അറിയുമ്പോഴാണ് നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള മാർഗത്തിൽ സഞ്ചരിക്കുമ്പം കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. പലരും ചോദിക്കും, എന്താ ഇപ്പം ഭാഗവതം കൊണ്ട് കാര്യം, ഗീത കൊണ്ട് കാര്യം, രാമായണം കൊണ്ട് കാര്യം? അപ്പോൾ ചോദ്യം, എന്താ ഇപ്പം പേപ്പർ വായിച്ചിട്ട് എന്താ കാര്യം, കുറേ കാശുണ്ടാക്കിയിട്ട് എന്താ കാര്യം? ആ കാര്യത്തിനേക്കാൾ ഭേദമാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ അത്ര തീരുമാനിച്ചോളൂ. എത്ര പേര് ജീവൻ മുക്തന്മാരുണ്ട്, എല്ലാവർക്കും മോക്ഷം കിട്ടിയോ, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. തിരുമേനിക്ക് മോക്ഷം കിട്ടിയോ, അങ്ങനെ ചോദിക്കും. ചിലങ്ങനെ ചോദിക്കും. ഇത്രയും കാലം വായിച്ചിട്ട് നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേര് പിടിച്ചോന്ന് പറിച്ചു നോക്കരുത്. നമ്മൾ ആ വഴിക്ക് ഇങ്ങനെ സഞ്ചരിക്കാനേ പാടുള്ളൂ. എല്ലാ ദിവസവും രാവിലെ കുഴിച്ചിട്ടത് വേര് പിടിച്ചോ നോക്കട്ടെ എന്ന് പറഞ്ഞെടുത്ത് നോക്കിയാൽ അതൊരിക്കലും കായ്ക്കില്ല. നമ്മൾ ആ മാർഗത്തിൽ വിശ്വസിച്ച് സഞ്ചരിക്കുക. അത് സമയമാകുമ്പം എത്തിക്കോളും. അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ശരിയല്ല, അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പം നാരദരുടെ കഥ പറഞ്ഞത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു നമ്മൾ. കാലം പ്രതീക്ഷൻ വിമതോ വിമത്സരഹ. ഒരു സാധകൻ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. വിമതഹ, ഒരു മതവും ഇല്ല, ഒരു അഹന്തയും ഇല്ല. വിമത്സരഹ, ഒരു മത്സരവും ഇല്ല. ആരോടും മത്സരിക്കാനില്ല, വായിച്ച് ജയിക്കാനോ ഒന്നുമില്ല. മറ്റാൾ വായിച്ചതിനേക്കാൾ നന്നായി വായിക്കുക, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാനെ കിട്ടില്ല എന്ന് കാണിക്കുകയാണ്. നാരദർക്ക് അങ്ങനെ മത്സരമൊന്നുമില്ല. തന്നെ പഠിപ്പിച്ച സന്യാസിമാരേക്കാൾ കേമനാവണം താൻ, അങ്ങനെയൊന്നുമില്ല. വിമതഹ വിമത്സരഹ, മത്സരം കൊണ്ട് സമാധാനം ഉണ്ടാവില്ല. അതാണ് സത്യം. അതവിടെ നിൽക്കട്ടെ. വിമതഹ, മതമില്ല, മത്സരമില്ല. എന്നിട്ടോ കാലം പ്രതീക്ഷൻ, ഭഗവാൻ കണക്കാക്കിയ കാലം. ഈ ജീവന് എത്ര കാലം കാത്തു നിൽക്കണം നമുക്ക് നിശ്ചയില്ല. അപ്പം അതുകൊണ്ട് അത് പ്രതീക്ഷിക്കുന്നു. ഭഗവാന്റെ ഇച്ഛ നടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട കാര്യമില്ല. എന്താ അപ്പോൾ അത്രയായിട്ട് ചോദിക്കണം. രാമകൃഷ്ണദേവൻ പറയും കരയണം എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ സമൂഹ പ്രാർത്ഥനയൊക്കെ കരച്ചിലാണ്. സംസാരസാഗരേ മഗ്നം, ഇത്ര കാലമായി ഭഗവാനെ വല്ലതും കിട്ടുമോ? അതാണ് സമാധാനം എന്നിങ്ങനെ പറയാമെന്നല്ലാതെ എത്ര കാലമായി പ്രഭാഷണം ചെയ്ത് നടക്കണു എന്നാണ്. ലോകത്തുള്ള എല്ലാവർക്കും സമാധാനം കൊടുത്തു, താൻ സമാധാനം അല്ലാണ്ട് എന്നാൽ തനിക്കെന്നാ കിട്ടുക എന്നാലോചിക്കുക വേണ്ടത് എന്നാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ കരച്ചിൽ. അതിനുവേണ്ടി സമാധാനമായിട്ടിരിക്കാൻ വേണ്ടി എപ്പോഴും ശാന്തനായിട്ടിരിക്കാനുള്ള ആ ഒരു കഴിവ് നമുക്കൊക്കെ ഉണ്ട്. എന്താ അത് ലഭിക്കാത്തോ എന്നുള്ള ആ ഒരു കരച്ചിലാണ്. അത് ആവശ്യമാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണ്ട, നമ്മളെ സാധനം നിർത്തിയിട്ട് പരിശോധിക്കാൻ പോകണ്ട. അത്രേ പറയുന്നുള്ളൂ. നിർത്തിപ്പോകരുത്, അവിടെയാണ് പരാജയം. നടന്നാൽ കുറച്ച് മെല്ലെയാണെങ്കിൽ എത്തും ഇല്ലേ? ഒരു കാര്യക്ക് നടക്കണം, ഒരാൾ നടക്കണം, ഒരാൾ ബസ്സിൽ പോകണം, ഒരാൾ ടാക്സി വിളിച്ച് പോകണം, എല്ലാവരും എത്തും. നടക്കുന്ന ആൾ കുറച്ച് വൈകിയാലും എത്തും. നടക്കുക, ഞാൻ നടക്കണമെന്നില്ല എന്ന് പറഞ്ഞാലോ അതിലും ഭേദം നടക്കണം തന്നെയാണ്. കുറച്ച് മെല്ലെയാണെങ്കിൽ എത്തും. ഇരുന്നവൻ എന്തായാലും എത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മളുടെയും ശ്രദ്ധ അതിലാവണം. കുറച്ചാണെങ്കിൽ കുറച്ച്. അതുകൊണ്ടാണ് വാശി പിടിക്കാണ്ട പറയണത്. ഇനി ഒരു അധ്യായം പറ്റണില്ല, വേണ്ട, ഒരു ശ്ലോകമെങ്കിലും വായിക്കൂ. അതിനും പറ്റാണ്ടിരിക്കുക പറഞ്ഞാൽ പിന്നെ അത് എന്താ പറയുക? അതിനൊന്നും അധികം സമയം ആവശ്യമില്ല ഒരു ശ്ലോകം ഒന്ന് വായിക്കാൻ. അത്രയേ ഉള്ളൂ. ആ ഒരു സംഗതി വിട്ടുപോകരുത്. അത് വിട്ടാൽ ഉറപ്പാണ്. നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അതിലേക്കാണ് നമ്മുടെ മനസ്സ് പോവുക. ഭഗവാനിൽ ശ്രദ്ധിക്കും വേണം, മറ്റുള്ളത് ശ്രദ്ധിക്കാണ്ടിരിക്കും വേണം. രണ്ടും ആവശ്യമാണ്. നമ്മൾ ഭഗവാനിൽ ശ്രദ്ധിക്കുന്നുമില്ല, മറ്റുള്ള നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്, പിന്നെ തീരെ തോന്നില്ല. ആദ്യം ലേശം കുറയ്ക്കും, പിന്നെ നമുക്കെന്നെ അറിയാം. പലരും മെസ്സേജ് വിളിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും, തിരുമേനി ഇപ്പം തീരെ പറ്റണില്ല വീട്ടിലത്തെ ഓരോ കാര്യങ്ങളായിട്ട്, പിന്നെ ഇടയ്ക്ക് ഇപ്പം ഇല്ല, നിർത്തി. അത്രയേ ഉള്ളൂ. തുടക്കം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മിക്കവാറും ഇതിപ്പോൾ ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ മടക്കി എവിടെയും വയ്ക്കും. നമുക്കറിയാതെ, പക്ഷെ അത് പറയാൻ വയ്യ അവരോട്. അങ്ങനെ പ്രയാസം ഉണ്ടാവുമ്പോഴും എന്ത് ചെയ്യൂ? ഊണടിക്കണില്ലേ പ്രയാസമുള്ളപ്പോഴും? ഇല്ലേ? കഴിക്കാണ്ടിരിക്കുമോ? 2 ആഴ്ച ഞാൻ ഒന്നും കഴിച്ചില്ല, പ്രയാസം, ഭർത്താവിന് കാലുവേദന, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ട്, അതൊന്നുമില്ല. അതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത്രേ ചോദ്യമുള്ളൂ. ചിലർ പറയും അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വായിക്കാൻ പറ്റും. വിഷമിച്ചിരിക്കുമ്പോൾ ഊണ് കഴിക്കുന്നുണ്ടല്ലോ, കുറച്ചാണെങ്കിൽ കഴിക്കുന്നില്ലേ, അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. ഒന്നും ചെയ്യാണ്ടിരിക്കേണ്ട വെച്ചാൽ പിന്നെ ഇതും വേണ്ട.
അതാണ് മനസ്സിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ആ പലഹാരമാണ് എന്ത് ഭാഗവതം. ശരീരം പുഷ്ടിപ്പെട്ടാൽ പോരല്ലോ, മനസ്സല്ലേ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതാണ് വിഷയം. കാലം പ്രതീക്ഷൻ വിമതോ വിമത്സരഃ. ഒരു മത്സരവുമില്ല. അഹങ്കാരം പൊന്തുന്ന സമയത്ത് മെല്ലെ മെല്ലെ താഴ്ത്തുക. ചിലപ്പം ഇങ്ങനെ പൊന്തി വരും. ആ പൊന്തുമ്പോൾ പിടിക്കണം എന്ന് പറയും. രമണ മഹർഷിയൊക്കെ പറയും. ഒരാൾ വന്ന് ചോദിച്ചു മഹർഷിയോടെ, എങ്ങനെയാണ് ഈ അഹന്തയെ ഇല്ലാണ്ടാക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം ഉച്ച സമയത്ത് അങ്ങനെ പോകുമ്പോൾ ഇയാളും വേറൊരാളും തമ്മിലുള്ള ബഹളാണ്, തമ്മിൽ തർക്കിക്കുകയാണ്. ഞാനുണ്ടല്ലോ തന്നെ, ഞാൻ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം രമണ മഹർഷി അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം വേണമെങ്കിൽ പിടിക്കാം, പൊന്തിയിട്ടുണ്ട്. എന്ത് ഇത് മാളത്ത് പോയാൽ കിട്ടില്ല, പാമ്പ് മാളത്ത് പോയാൽ കിട്ടില്ല. നമ്മളിങ്ങനെ സപ്താഹമൊക്കെ കേട്ട് സമയത്ത് ആഹാരമൊക്കെ കിട്ടി അങ്ങനെ ഇരിക്കുമ്പം എന്താ ഇരിക്കുമോ? അഹന്ത്യം തോന്നില്ല. നേരെ മറിച്ച് ചില സമയത്ത് വായിക്കാൻ ലിസ്റ്റിൽ പേര് വന്നിട്ട് വായിപ്പിക്കാണ്ടിരിക്കട്ടെ, പിന്നെ ആചാര്യൻ തിരുമേനിന്നൊന്നുമല്ല ആവുന്നു വരിക. അതുവരെയും കണ്ട ആളൊക്കെ പോയി അപ്പം പിടിക്കണം. അപ്പോഴാണത് ശരിയാണ് ഉണ്ട്. അത് മാളത്ത് പോയിട്ട് പിന്നെ കിട്ടില്ല. അത് പൊന്തി വരുമ്പം ഞാൻ 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 എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവശ്യമില്ലാത്തൊരു അഹന്ത പൊന്തി വരുന്നു. അതിനങ്ങോട്ട് ഇല്ലാണ്ടാക്കണം. അതാണ് വിമതഃ വിമത്സരഃ കാലം പ്രതീക്ഷൻ. ആ ഭഗവാൻ തനിക്ക് കണക്കാക്കിയ കാലം കാത്തിരിക്കുക, തൻ്റെ സാധനം മുടങ്ങാണ്ട് കൊണ്ടുപോവുക. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ മനസ്സങ്ങോട്ട് ഇല്ലാണ്ടാവും. മനസ്സില്ലാണ്ടായാൽ ശാന്തി. മനസ്സുണ്ടെങ്കിൽ സമാധാനമില്ല. നമ്മൾ പറയും മനസ്സമാധാനം, അങ്ങനെ സംഗതി ഇല്ല. മനസ്സുണ്ടെങ്കിൽ എന്തില്ല, അവിടെ സമാധാനം ഉണ്ടാവില്ല. മനസ്സുണ്ടെങ്കിൽ നല്ലതും ചിത്തതും വന്ന് മാറിക്കൊണ്ടിരിക്കും. സ്വപ്നം കാണുമ്പം ദുസ്വപ്നവും കാണും, നല്ല സ്വപ്നവും കാണും. നമ്മളെ കയ്യിലല്ല അത്, രണ്ടും കാണും. മനസ്സങ്ങോട്ട് പോയാൽ ഉറക്കത്തിൽ എന്തായാലും ശാന്തിയാണ്, അതിൽ സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ഭീഷ്മസ്തുതി വരെയാണ് കണ്ടത്. അതിനുശേഷമുള്ള ഭാഗം സമയത്തിനനുസരിച്ചൊന്ന് നോക്കാം, അത്രയേ ഉള്ളൂ. നമ്മളെ ഉദ്ദേശം എന്താ വെച്ചാൽ പാരായണം ചെയ്യുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് പ്രധാനമായിട്ടും. അതുതന്നെയാണ് പ്രധാനം. കാരണം യൂട്യൂബിലൊക്കെ പ്രഭാഷണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഒരു സംഗമം, ഞാൻ അവിടുത്തെ കുടുംബത്തിലുള്ളവർക്കും ഒന്ന് കാണാം. എന്നിട്ട് പരദൂഷണം പറയാണ്ടിരിക്കും വേണം. അതാണ് സമയം തരാത്തത്. 10 മിനിറ്റ് കിട്ടിയാൽ നമ്മൾ പോയിട്ട് പരിചയപ്പെട്ട് അവിടെ കുമ്പളങ്ങി എന്നല്ല ഉണ്ടാക്കിയത് കൂട്ടാൻ ഭാഗവതത്തെ പറ്റി ഒന്നും ചോദിക്കില്ല. അതാ കുഴപ്പം. നമുക്ക് അതിലേ വിഷമമുള്ളൂ. പലഹാരത്തിൻ്റെ കാര്യം ചോദിക്കും, എന്തൊക്കെയോ ചോദിക്കും. ഇത് ഒഴിച്ച് ബാക്കിയൊക്കെ ചോദിക്കും. അതിനാണ് അധികം സമയം തരാണ്ടിരിക്കുകയും ചെയ്യുക. എന്നാൽ ഒരുമിച്ചിരുത്തി വായിപ്പിക്കുക. അങ്ങോട്ട് അത് ചെയ്തോട്ടെ, കുഴപ്പമില്ല. അതാ വേണ്ടത്. ലൗകികമായിട്ടുള്ള വിഷയം പറയും തോറും നമുക്ക് ക്ലേശം കൂടുക ചെയ്യുക. തൽക്കാലം രസം ഉണ്ടാവും, പക്ഷേ അതിൻ്റെ പ്രയാസം വർദ്ധിക്കുക ചെയ്യുക. അതുകൊണ്ട് അത് കുറച്ച് ആവശ്യമുള്ള അത്യാവശ്യ കാര്യം മാത്രം പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. പ്രഭാഷണം വിസ്തരിച്ച് പറയാനൊന്നും നേരവുമില്ല, സാധിക്കുമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ 4-ാമത്തെ ദിവസം, ശരിക്കും പറഞ്ഞാൽ 3-ാമത്തെ ദിവസമായി. എന്നിട്ട് നമ്മളിപ്പം പ്രഥമസ്കന്ധം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഭീഷ്മസ്തുതി എത്തിയിട്ടേ ഉള്ളൂ. പിന്നെ പലരും പറയാറുണ്ട് സപ്താഹത്തിനൊക്കെ വായിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അത് സാധിച്ചോളണമെന്നില്ല. അതിനുള്ള അവസരം ഉണ്ടായി. ഇപ്പം നിങ്ങളൊക്കെ വന്നു, ഞാൻ സപ്താഹം വായിക്കുന്ന ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുമേനി ഞാൻ വായിക്കട്ടെ പറഞ്ഞാൽ ഞാൻ പറയും പറ്റുമോ? അത് സാധിക്കില്ല. ഇപ്പോൾ തന്നെ ആകെ 50 അധ്യായം ഒരു ദിവസം വായിക്കാനുള്ളൂ. 67 ആൾക്കാരും ഉണ്ട്. എൻ്റെ കൂടെ 2 ആൾക്കാർ വേറെ വായിക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുമുണ്ട്. അവർക്ക് ദക്ഷിണയൊക്കെ ആദ്യമൊക്കെ നേരെയൊക്കെ വെച്ചിട്ടും ഉണ്ടാകും. അപ്പോൾ അത് സാധിക്കില്ല എന്ന് മാത്രമല്ല, അത് നമ്മളൊരു താളത്തിൽ പോകണം. അത് സംഘാടകർ നിശ്ചയിക്കുമ്പം അത് ആ രീതിയിൽ നടക്കണ്ടേ. അവർക്കൊരു ഇച്ഛ ഉണ്ടാവും, ഇങ്ങനെ നടക്കണം, ഇന്നതുപോലെ വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അല്ലാതെ നമുക്ക് ഇടപെടാൻ പാടില്ല. അതാണ് ഇത് ശരി. അവർക്ക് ചിലപ്പം ഇഷ്ടമായിക്കൊള്ളുന്നില്ല. അങ്ങനെ തന്നെയാണ് വേണ്ടതും. നേരെ മറിച്ച് ഇതാകുമ്പോൾ കുഴപ്പമില്ല, അത് നമ്മുടെ പരിപാടിയാണ്. നമ്മുടെ ജ്ഞാനാമൃതം സത്സംഗമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും കൊണ്ട് വായിപ്പിക്കാം. ലെസൺ സ്പീഡ് കുറഞ്ഞാലും കുഴപ്പമില്ല, അത്രയുള്ളൂ. മറ്റേതല്ല, മറ്റത് വേഗത്തിൽ വായിച്ചില്ലെങ്കിൽ പറയാൻ പറ്റില്ല, അങ്ങനത്തെ വിഷയം വരും. അപ്പം അതുകൊണ്ടാണ് ഇത് മുതലും വിഷമമില്ല. എല്ലാവർക്കും ഒരു ഏർപ്പാട് എടുത്ത് വെച്ച് ഭാഗവതം വായിക്കാനുള്ള അവസരം. അതും ഇത്രയൊക്കെ പേര് ഇത്രയ്ക്ക് ശ്രദ്ധയുള്ളവർ കേൾക്കാണ്ടാവുമോ? സപ്താഹത്തിൽ വന്ന് നമ്മൾ വായിക്കാൻ വെച്ചാൽ ഇതൊക്കെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്, എന്താ തെറ്റിക്കണോ അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് വായിക്കുക പറഞ്ഞാൽ അതൊക്കെ ഒരു അത്ഭുതമാണ്, വലിയ കാര്യമാണ്. അപ്പോൾ അതൊക്കെ സാധിച്ചു, അതിന് നമ്മൾ കൃതാർത്ഥരാവുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ഭീഷ്മസ്തുതി വരെ കണ്ടു. പിന്നീട് 10-ാമത്തെ അധ്യായം. ഹത്വാ സ്വരിക്തസ്പൃധ ആതതായിനോ യുധിഷ്ഠിരോ ധർമ്മവൃതാം വരിഷ്ഠഃ സഹാനുജൈഃ പ്രത്യവരുദ്ധ ഭോജനഃ കഥം പ്രവൃത്ത കിമകാരഷിത്തതഃ. ഭഗവാൻ പിന്നീട് എന്ത് ചെയ്തു? ദ്വാരകയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി പറയണം. ഉഷിത്വാഹ ഹസ്തിനപുരേ മാസാൻ കതിപയാൻ ഹരിഃ. ആ ഭഗവാൻ ഉഷിത്വ കുറച്ചു കാലം താമസിച്ചു. എവിടെ താമസിച്ചു?
ഹസ്തിനാപുരിയിൽ താമസിച്ചു. കതിപയാൻ മാസാൻ, കുറച്ച് മാസങ്ങൾ താമസിച്ചു. അത് പറയാം, ഹസ്തിനാപുരിയിൽ മാത്രമാണ് ഭഗവാനെ പറ്റി പറയാം. കാരണം മറ്റെവിടെ പോയാലും ഭഗവാൻ ഒരു 10 മിനിറ്റ് നിൽക്കും പോലും, അത്രയേ ഉള്ളൂ, അധികം നേരം നിൽക്കില്ല. പക്ഷേ ഹസ്തിനാപുരിയിൽ പോയാൽ ഉഷിത്വ കതിപയാൻ മാസാൻ, കുറേ മാസങ്ങളോളം താമസിച്ചു പറയും. കാരണം പാണ്ഡവർ അവിടെ ഉണ്ട്, തൻ്റെ ഭക്തന്മാർ, സ്നേഹിതന്മാർ. അവിടെ പോയാൽ പിന്നെ സമയമൊന്നും ഭഗവാൻ നോക്കണില്ല, അവരുടെ കൂടെ അങ്ങനെ കഴിയണം. അവരിൽ നിന്ന് പോകാനായിട്ട് ഭഗവാൻ പലതവണ ശ്രമിച്ചുവെങ്കിലും പാണ്ഡവർ സമ്മതിക്കുന്നില്ല. കാരണം ഭഗവാന്റെ വിരഹം ആർക്കാ ഇഷ്ടാവുക? നമുക്കിഷ്ടാവും. ഭഗവാൻ വന്ന് പോവുക പറയുമ്പോൾ ചിലർ വീണ്ടും വീണ്ടും തൊഴുന്നവരുണ്ട്. ഒരുപാട് അമ്പലത്തിൽ ഇനിയും സെക്യൂരിറ്റിയോട് ഒന്നും കൂടി ഞാനൊന്ന് കണ്ടു, ഇനി ഒന്നും കൂടി, അത്രയും മതിയാവുന്നില്ല. അതാണ് ഒന്ന് കണ്ടു, എന്നാൽ പുറത്തിറങ്ങി കൂടെ, അതില്ല, ഒന്നും കൂടി. അങ്ങനെ വീണ്ടും വീണ്ടും കാണണം. അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. ഇത്രയൊക്കെ നേരം വരിക്ക് നിന്ന് 5-6 മണിക്കൂർ ഇരുന്ന് ഉള്ളിലെത്തിയിട്ട് പെട്ടെന്ന് ഇറങ്ങുക. അങ്ങനെ അവിടെ ഇരിക്കും. ശരിയാണ്, വിട്ടുപോകാനുള്ള പ്രയാസം. എന്നാൽ ആ കൃഷ്ണനോട് എത്ര ഉണ്ടാവും? ഇവിടെ അർച്ചാവതാരമായ വിഗ്രഹത്തിനോട് നമുക്ക് എത്ര താല്പര്യം ഉണ്ടെങ്കിൽ ഈ പാണ്ഡവർക്ക് ഭഗവാനെ വിട്ടുപിരിയാൻ വിഷമം ഉണ്ടാവില്ലേ? അവർ വിടില്ല. പോകണമെന്ന് പറയുമ്പോൾ പറയും, ഇപ്പം പോകണ്ട, ഉച്ച സമയമായില്ല, ഊണ് കഴിച്ചിട്ട് പോവാം. എന്നാൽ ഊണ് കഴിക്കുക. ഊണ് കഴിഞ്ഞാൽ പറയും, നല്ല വെയിലല്ലേ, എങ്ങനെയാപ്പം, ബുദ്ധിമുട്ടല്ലേ, വെയിലൊന്നും ആറിക്കോട്ടെ, വൈകുന്നേരം ചായയും പഴമുറുക്കും കഴിച്ചിട്ട് പോവാം. അങ്ങനെ ആയിക്കോട്ടെ. ചായയും പലഹാരമൊക്കെ കഴിച്ചാൽ ചോദിക്കും, ഇപ്പം അങ്ങോട്ട് പോയാൽ രാത്രിയാവില്ല എത്താൻ, അതുകൊണ്ട് ഇപ്പം പോകണ്ട. രാവിലെ ആകുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവില്ല, രാവിലെ പോകണം. രാവിലെ ആയാൽ പറയും, ഇപ്പം ഒരു ചായയും കൂടി കുടിക്കേണ്ട പോവേ, വിശക്കില്ലേ. ഇങ്ങനെ ഇപ്പോൾ 7 മാസമായി. നാളെ ആവാ പിന്നെ ആവാ പറഞ്ഞാൽ അവർക്ക് വിടാൻ ഉദ്ദേശമില്ല, അതാണ് അർത്ഥം. അവസാനം ഭഗവാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, പോയേ പറ്റൂ. അനവധി പത്നിമാരുണ്ട്, തൻ്റെ ധർമ്മം അനുഷ്ഠിക്കണ്ടേ, അവരെ നോക്കേണ്ട ചുമതലല്ലേ, മക്കളല്ലേ, പേരക്കുട്ടികളല്ലേ, പോയേ പറ്റൂ എന്ന് പറയുമ്പോഴാണ് അവർ ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞയക്കുന്നു. ഭഗവാനെ കണ്ട് മതിയാവുന്നില്ല. അവരങ്ങനെ പിന്നാലെ ചെല്ലുകയാണ്. സർവേതയാ നിമിഷൈ രക്ഷൈ തമനുദ്രുത ചേതസഹ. അവർ കണ്ണടയ്ക്കാണ്ട് നോക്കി നിൽക്കുകയാണ്. ഒന്നിങ്ങനെ അടയ്ക്കുമ്പോൾ കുറച്ച് നേരം ഭഗവാനെ കാണാണ്ടിയാവില്ലേ, അതുപോലെ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർ കണ്ണിങ്ങനെ അടയ്ക്കാതെ നോക്കി നിൽക്കുന്നു. അങ്ങനെ വെൺകൊറ്റക്കുട പിടിച്ചും കൊണ്ട് കൂടെ പാണ്ഡവർ ഭഗവാന്റെ കൈ പിടിച്ചും കൊണ്ട് മൃദംഗ ശംഖഭേര്യശ്ച വീണാപണവ ഗോമുഖാ ദുന്ധുര്യാനഖണ്ഡാദ്യ നേതുർദുന്ദുഭയസ്തഥാ. പക്ക മേളം താളവാദ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഭഗവാനെ യാത്ര അയക്കുകയാണ്. അനുഗമിക്കണം എന്നാണ് പറയുക. ഒരാൾ വരുമ്പോഴും പോകുമ്പോഴും നമ്മൾ കൂടെ ഉണ്ടാവണം. വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലണം. എന്നിട്ട് അയാളുടെ കൈയൊക്കെ പിടിച്ച് കൊണ്ടുവരിക. വലിയ സന്തോഷമായിട്ട് കുറേ കാലമായി കാത്തിരിക്കണം. എന്താ ഈ വഴിയൊക്കെ മറന്നു എന്ന് വെറുതെ ചോദിക്കുക. നമുക്ക് ഉള്ളിലില്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ ഇതാണ് മര്യാദ. അപ്പം വരുന്ന ആൾക്കൊരു സന്തോഷം ഉണ്ടാവും. എന്നെ ഞാൻ വരുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട്, ശല്യമായിട്ടൊന്നല്ല കണക്കാക്കേണ്ടത് എന്നൊക്കെ അറിയുമ്പോൾ ഒരു സമാധാനം. ഇതുപോലെ തന്നെയാണ് പോകുമ്പോഴും എന്ത് ചെയ്യണം, കൂടെ ചെല്ലണം എന്നാണ് പറയുക. എത്ര നേരം ചെല്ലണം, എത്ര വരെ ചെല്ലണം? വെള്ളം കാണുന്നത് വരെ. കണ്ണിന്ന് വെള്ളം വരുന്നു കണ്ടാൽ തിരിയുക, ശരി എന്ന് പറഞ്ഞ് നടക്കുക. അതാണ് വേണ്ടത്, അതാണ് താല്പര്യം. ഇപ്പം അത് ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, മറ്റേ വെള്ളം മതി, എന്നാല് വല്ല തടാകോ അത് മതി വിചാരിക്കുക. അതാണ് അർത്ഥം. അങ്ങനെ ഇവർ യാത്ര അയക്കുന്നു. ആ പോണ വഴിക്ക് അവിടെയുള്ള കൗരവ സ്ത്രീകളൊക്കെ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഇതൊക്കെയാണ് ഭാഗവത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അന്യോന്യമാസിത് സഞ്ചൽപ്പ ഉത്തമ ശ്ലോക ചേതസാം കൗരവേന്ദ്ര പുരസ്ത്രീണാം സർവശ്രുതി മനോഹര. സർവശ്രുതി മനോഹര, ശ്രുതി പറഞ്ഞ വേദം. വേദത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ സ്ത്രീകൾ പറയണതെന്ന് പറഞ്ഞ അർത്ഥം. അന്നത്തെ കാലത്ത് കൗരവ സ്ത്രീകൾ എന്ത് പഠിച്ചിരുന്നു നോക്കണേ, സ്ത്രീകൾ വേദം പഠിച്ചിരുന്നു എന്നർത്ഥം. ശ്രുതി ദേവതകളൊക്കെ ഇവരുടെ ആ സ്തുതി കേട്ടിട്ട് തലകുലുക്കി ആസ്വദിക്കുകയാണ്. അതാണ് സർവശ്രുതി മനോഹര. സർവശ്രുതി മനോഹരമായിട്ടുള്ള അവരുടെ സ്തുതി. സവൈകിലായം പുരുഷ പുരാതനോ ആണ്. ഇത് പുരുഷ സൂക്ത. സവൈകിലായം പുരുഷ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വാത്യതിഷ്ഠദശാങ്കുലം സവൈകിലായം പുരുഷ പുരാതനഃ. ഇവനാണ് ആ പുരുഷൻ. വേദത്തിൽ പറഞ്ഞ ആ പുരുഷൻ ഇവനാണ്. യ ഏക ആസീത് അവിശേഷ ആത്മനി അഗ്രേ ഗുണേഭ്യോ ജഗദാത്മനീശ്വരേ നിമീലിതാത്മന്നിശി സുപ്തശക്തിഷു സവാ അയം സഖി അനുഗീത സത്കഥോ വേദേഷു. അല്ലയോ കൂട്ടുകാരി, ഇവനെ പറ്റിയാണ് വേദങ്ങളിൽ പറയണത്, ഉപനിഷത്തുകളിൽ പറയണത് എന്നാര് പറയാണ്? കൗരവ സ്ത്രീകൾ പരസ്പരം പറയാണ്. അവരൊക്കെ നോക്കി ഭഗവാൻ പുഞ്ചിരിച്ചു. അങ്ങനെ പോവുകയാണ്. പല സമ്മാനങ്ങളും പലരും കൊടുക്കുന്നു. അതൊക്കെ സ്വീകരിച്ച് ഭഗവാൻ അങ്ങനെ പോണു. തേരിൽ കയറി പോണ വഴിക്ക് ആ സാരഥി ചോദിച്ചു, തിരക്കില്ലേ, പെട്ടെന്ന് അങ്ങോട്ട്
ദ്വാരകയിലേക്ക് എത്തിക്കുകയല്ലേ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു ഒരു തിരക്കുമില്ല, അത് അവരോട് പറഞ്ഞതാ, നല്ല പോയാൽ മതി. കാരണം ഞാൻ പോണ വഴിക്ക് എന്നെ ഒന്ന് കണ്ട് ഒരു സെൽഫി എടുക്കണമെന്നോ കരുതി ആരെങ്കിലും ഇരിക്കുന്നുണ്ടാവും. അവർക്ക് തനിക്ക് വേണമെന്നല്ല, അവർക്കത് മോഹം ഉണ്ടെങ്കിൽ ഒരു ടാറ്റ പറയണം. പറയൊക്കെ വെച്ച് നിൽക്കുകയാണ്, വിളക്കും പറയൊക്കെ വെച്ചിട്ട് ഭഗവാൻ പോണ വഴിക്കൊന്നും കാണാം എന്ന് കരുതി പലരും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും കാണാതെ ഇങ്ങോട്ട് പോകേണ്ട കാര്യം എനിക്കില്ല, അത്രയും തിരക്കില്ല. അതുകൊണ്ട് ഹൈവേ കൂടെ പോകേണ്ട, ഇടവഴി കൂടെ തന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ആളുകൾ കാത്തു നിൽക്കുന്ന ദിക്കിലൂടെയൊക്കെ ആര് സഞ്ചരിച്ചു? ഭഗവാൻ സഞ്ചരിച്ചു. അതാണ് ഭഗവാന്റെ യോഗ്യത. കുരുജാങ്കല പാഞ്ചാലാൻ ശൂരസേനാൻ സയാമുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യാൻ സാരസ്വതാനഥ മരുധന്വമതിക്രമ്യ സൗവീരാഭീരയോപരാൻ ആനർത്താൻ ഭാർഗവോപാകാത് ശ്രാന്തവാഹോ മനാഗ്വിഭൂ. എന്നിട്ടോ ഒരു സന്ധ്യ, ഒരു 5 മണി 5:15 ആകുമ്പോഴാണ് ഇവിടെ എത്തിയത്, ദ്വാരകയിൽ ഭഗവാൻ എത്തിയത്. അപ്പോഴും പറഞ്ഞു ഇവിടെ ശ്രാന്തവാഹോ. ശ്രാന്തം എന്ന് പറഞ്ഞാൽ ക്ഷീണം. ആ കുതിരകളൊക്കെ വല്ലാണ്ട് ക്ഷീണിച്ചു എന്നാണ്. എന്നെന്താ പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ ഒന്ന് ധ്വനിപ്പിക്കുകയാണ്. എന്താ അർത്ഥം? എന്തായിരിക്കും അർത്ഥം? കൃഷ്ണനൊട്ടും അതാ പറയണത്. കുതിര ക്ഷീണിച്ചു വെറുതെ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ പല ദിക്കിലൂടെ ആ കൃഷ്ണനും ആ കുതിരയും കൂടിയും പോയിട്ടും ആര് ക്ഷീണിച്ചു? കുതിര നല്ലോണം ക്ഷീണിച്ചു. എന്നിട്ടും ലേശം പോലും ഭഗവാൻ എന്തില്ല, തൻ്റെ ഭക്തരെ കാണുമ്പോൾ ക്ഷീണമുണ്ടോ? സമയത്ത് ആഹാരമില്ല എന്നുള്ള പരാതിയൊന്നും ഭഗവാനില്ല. ഭഗവാൻ നല്ല സന്തോഷത്തോടു കൂടി തന്നെ എന്ന് കാണിക്കാനാണ് കുതിര വല്ലാണ്ട് ക്ഷീണിച്ചു. അങ്ങനെ ഭഗവാൻ ദ്വാരകയിലെത്തി. ദ്വാരകയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ആ കവാടം അങ്ങോട്ട് കടന്നപ്പോഴേക്കും ഭഗവാൻ തൻ്റെ കയ്യിലുള്ള പാഞ്ചജന്യം എടുത്ത് ഉച്ചത്തിൽ വിളിക്കുകയാണ്. എന്തിനാത്? തൻ്റെ പത്നിമാർ 16,108 പേര് പാവം വിഷമിച്ചിരിക്കുകയാണ്. 6-7 മാസമായി അവിടുന്ന് പോന്നിട്ട്. എത്തിക്കഴിഞ്ഞാൽ തന്നെ കാണും. എന്നാലും ഒരു 10 മിനിറ്റ് മുന്നേ ഈ വിളി കേട്ടാൽ അവരുടെ ദുഃഖം 10 മിനിറ്റ് മുന്നേ തീരെങ്കിൽ അതല്ലേ നല്ലത്? അതാണ് അല്ല, 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ കാണും, ദുഃഖം തീരും. എന്നാലും അതിൻ്റെ മുന്നേ തീർക്കാനുള്ള വിദ്യ തൻ്റെ കയ്യിലുണ്ടല്ലോ, പാഞ്ചജന്യം ഉണ്ടല്ലോ. ഈ ശബ്ദം കേട്ടാൽ ഒരു 10 മിനിറ്റ് മുന്നേ അവരുടെ ദുഃഖം തീരുകയാണെന്ന് തീരട്ടെ എന്ന് കരുതി ഭഗവാൻ തൻ്റെ ആ പാഞ്ചജന്യം എന്ന ശംഖ് എടുത്ത് സ ഉച്ചകാശേ ധവളോദരോദരോപ്യുരുക്രമസ്യാധര ശോണശോണിമാ ദാധ്മായമാന കരകഞ്ചസംപുടേ യഥാബ്ജഷണ്ഡേ അല്ലെങ്കിൽ യഥാബ്ജഖണ്ഡേ, രണ്ടും ശരിയാണ്. ചില പുസ്തകത്തിൽ അവിടെ ഷണ്ഡേന്നാവും, ചില പുസ്തകത്തിൽ ഖണ്ഡേന്നാവും. ഖ ഷ അത് 2 തരത്തിലും പറയും. പാഷണ്ഡെന്നും പറയും, പാഖണ്ഡെന്നും പറയും. ഇത് രണ്ടും ശരിയാണ്. ര ല അതൊക്കെ 2 തരത്തിലും ഉപയോഗിക്കും. അതുപോലെ കുറച്ച് സംസ്കൃതത്തിൽ അങ്ങനെ കുറേ വാക്കുകളുണ്ട്. വ ബ വാലി എന്നും പറയും, ബാലി എന്നും പറയും. മരകത്തെന്നും പറയും, മരതക്കെന്നും പറയും. രണ്ടും ശരിയാണ്. അഗുരു എന്നും പറയും, അഗരു എന്നും പറയും. ഇതൊന്നും തെറ്റല്ല, രണ്ടും ശരിയാണ്. ഇതുപോലെ ഒന്നാണെന്ത് ഇവിടെ ഷണ്ടാന്നും പറയും, ഖണ്ഡാന്നും പറയും. യഥാബ്ജ ഷണ്ടേ കളഹം സൗത്സ്വനഃ. ഭഗവാൻ തൻ്റെ ആ പാഞ്ചജന്യം എടുത്ത് കയ്യിൽ വെച്ച് മുകളിലേക്ക് നോക്കി വിളിക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ മനോഹരമായ കയ്യ്, ആ ഉള്ളം കൈ കണ്ടാൽ ചെന്താമര പോലെ, ചെന്താമര അങ്ങനെ വിളർന്നിരിക്കുകയാണ് തോന്നും ഉള്ളം കൈ കണ്ടാൽ. വെളുത്ത നിറത്തിലുള്ള ആ ശംഖ്, അത് ഭഗവാന്റെ കയ്യിൽ അങ്ങനെ ഇരിക്കുകയല്ലേ. ആ ശംഖിൻ്റെ പിന്നിൽ ആ കൂർപ്പുള്ള ഭാഗം, അത് കണ്ടാൽ എന്താ തോന്നുക? അരയണത്തിൻ്റെ വാല് പോലെ. യഥാബ്ജഷണ്ഡേ കളഹം സ ഉത്സ്വനഃ. ചെന്താമരയിൽ ഒരു അരയന്നം തല താഴ്ത്തി തൻ്റെ വാല് പൊന്തിച്ച് അങ്ങനെ ഇരിക്കുകയാണോ തോന്നും മുകളിൽ നിന്ന് ഒരാൾ നോക്കിയാൽ. ഇതാണ് ഭാഗവത്തിലെ സാഹിത്യം. വേദാന്തം മാത്രമല്ല, ഇതിൻ്റെ വൃത്തമൊക്കെ നോക്കിയാൽ മനസ്സിലാവും. മനോഹരമായിട്ടാണ് അതിൻ്റെയൊക്കെ വർണ്ണന. ഏതായാലും ഈ പാഞ്ചജന്യം ആ ശ്രുതി കേട്ട് സ്ത്രീകളൊക്കെ ഓടി വന്നു. അവരെയൊക്കെ ഭഗവാൻ മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്തു. അത്രേ പറ്റുള്ളൂ. എത്ര പേരുണ്ട്? മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്തു. കുട്ടികളൊക്കെ ഓടി വന്നു. വിദേശത്തുനിന്ന് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അച്ഛൻ വന്നാൽ മക്കൾക്കുള്ള സന്തോഷം ഉണ്ടല്ലോ. അടുത്ത് പോവുക, കൈ പിടിച്ച് വയ്ക്കുക. ഇനി പോവില്ലല്ലോ ചോദിക്കുക. ഇല്ല, നീ ഞാൻ പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ അവരോട് വർത്തമാനം പറഞ്ഞ് ഭഗവാൻ അവരുടെ കൂടി അങ്ങനെ കഴിഞ്ഞു. തമാശ പറഞ്ഞും കൊണ്ട് അവർക്ക് എന്തൊക്കെയാണോ ആഗ്രഹം ആ രീതിയിലുള്ള വർത്തമാനം. എന്താ വേണ്ടത്? ഇതാണ് ഭഗവാന്റെ രീതി. അല്ലാതെ ഭാഗവതം വേണമെന്നുള്ളവരോട് ഭാഗവതം പറയണ്ടോ? എല്ലാ ദിക്കിലും പോയി പറയരുത്. ഹോട്ടലിൽ പോയിട്ട് ഭാഗവതം 2 അധ്യായം വായിക്കുക, അതൊന്നും വേണ്ട. വേണം ചോദിച്ചു വെച്ചാൽ പറയാമെന്നല്ലാതെ വേണ്ട ദിക്കിൽ എന്ത് ചെയ്യാവൂ? പറയാവൂ. അർജുൻ്റെ കൂടെ ലൗകിക വിഷയങ്ങളും വർത്തമാനം പറഞ്ഞിരിക്കുന്നിരുന്നു ഭഗവാൻ ഉണ്ടായത്. അവസാന യുദ്ധക്കളത്തിൽ വെച്ച് അർജുനൻ കാൽക്കൽ വീണിട്ട് ശിഷ്യസ്തേഹം മാറി. ഇതുവരെ സുഹൃത്തായിരുന്നു, പരായി ഞാൻ ശിഷ്യനാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ വെച്ചാൽ ഗുരുവാവാം, അത്രയേ ഉള്ളൂ. അതുവരെ കൂട്ടുകാരനായിരുന്നു. ആവശ്യമുള്ളവർക്കേ പറഞ്ഞു കൊടുക്കാവൂ. ഇവിടെ ഭഗവാൻ ആ സ്ത്രീകൾ ആരും ആത്മതത്വമൊന്നും ചോദിച്ചില്ല. രുക്മിണി ചോദിച്ചില്ല, സത്യഭാമ ചോദിച്ചിട്ടൊന്നുമില്ല. അവർ എന്തെങ്കിലും തമാശയൊക്കെ പറയും. ഭഗവാൻ തിരിച്ചു
തമാശയൊക്കെ പറഞ്ഞു. പക്ഷേ അവരൊക്കെ വിചാരിച്ചു ഭഗവാന് അവരില്ലാണ്ട വയ്യാന്ന്. ഇതാണ് ഒരു ആളുടെ കേമത്വം. അങ്ങനെ വിചാരിക്കണം. ഭഗവാന് അവരില്ലാണ്ട വയ്യാന്നാണ് ആര് കണക്കാക്കിയത്? പത്നിമാരൊക്കെ കണക്കാക്കിയത്. അതാണ് എടുത്തു പറയേണ്ടത്. ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായിട്ടൊരു ശ്ലോകമാണ്, ആവർത്തിക്കുന്ന ശ്ലോകം. ഇവിടെ പറയും, ഏകാദശത്തിൽ പറയും, ഉദ്ദാമഭാവ പിശുനാമല വൽഗുഹാസവ്രീഡാവലോക നിഹതോ മതനോപിയാസാം സമ്മുഹ്യ ചാപമജഹാത് പ്രമദോത്തമാസ്തായസ്യേന്ദ്രിയം വിമഥിതും കുഹകൈർനശേകുഹൂ. പരമഹംസനായ ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്, ആ കൃഷ്ണനെ ഒന്ന് ചലിപ്പിക്കാൻ ആർക്ക് പറ്റിയിട്ടില്ല, ഇവർക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഇവരെ വിചാരം എന്താ? സത്യഭാമയുടെ വിചാരം സത്യഭാമ ഇല്ലാണ്ടേ കൃഷ്ണന് ഞാൻ ഇല്ലാണ്ട വയ്യ. രുക്മിണി പറയും ഞാൻ ഇല്ലാണ്ട വയ്യ. അങ്ങനെയായിരുന്നു ഭഗവാന്റെ വ്യവഹാരം. തമ്മേണിരെ അബല മൂഢ സ്ത്രൈണം ചാനുവ്രതം രഹ അപ്രമാണവിതോ ഭർത്തു ഈശ്വരം മതയോ യഥാ. ആ ഭഗവാന്റെ നിഷ്ഠ ആർക്കറിയാം? അത് മഹാദേവൻ അറിയുണ്ടാവും, അല്ലെങ്കിൽ ബ്രഹ്മദേവൻ അറിയുണ്ടാവും, അല്ലെങ്കിൽ കാമം തന്നെ ഇല്ലാത്ത ശ്രീശുക ബ്രഹ്മർഷിക്ക് അറിയുണ്ടാവും, കാമത്തെ ചുട്ടരിച്ച മഹാദേവൻ അറിയുണ്ടാവും. ഇങ്ങനെ കുറച്ച് പേർക്കേ അറിയുള്ളൂ. പക്ഷെ ആ സ്ത്രീകളത് മനസ്സിലാക്കിയില്ല എന്നും പറഞ്ഞു. ഇതിനി രാസക്രീഡയിലും കാണാം. ഗോപികമാരൊക്കെ എന്ത് വിചാരിച്ചു? ഭഗവാൻ തന്നിൽ അത്യന്തം അനുരക്തനാണെന്ന് അവർ വിചാരിച്ചു. എന്നാൽ ഭഗവാൻ ഒന്നിനോടൊന്നില്ല, ഭഗവാൻ ഒന്നിനെ ആശ്രയിക്കുന്നില്ല. അത് കാണിക്കാനാണ് ഭഗവാൻ ആ ഗോപികമാരെ വിട്ട് പോയത് തന്നെ. എന്ത് കാണിക്കാനാണ്? പിന്നെ കൃഷ്ണൻ വിഷമിച്ചിരുന്നു. ഇടയ്ക്കൊക്കെ ഒരു ശ്ലോകമൊക്കെ വരുമ്പോൾ അങ്ങനെ പറയുന്നു തന്നെയുള്ളൂ. ആര് വിഷമിച്ചു? പക്ഷെ ഗോപികമാർ വിഷമിച്ചു. ഗോപികമാർ ഭഗവാനെ ആശ്രയിക്കുന്നുണ്ട്. ഭഗവാൻ ഒന്നിനെ ആശ്രയിക്കുന്നു പറഞ്ഞാൽ പിന്നെ നമ്മൾ ഭഗവാനെ വിട്ടത് ആശ്രയിക്കുക വേണ്ടത്. അതാ കേമം. അനർത്ഥം. ഭഗവാനെ നമ്മളൊക്കെ ആശ്രയിക്കുക. ഭഗവാൻ ഒന്നിൻ്റെ ആവശ്യമില്ല, നമുക്കാണ് ഭഗവാൻ ആവശ്യം. ഞാനില്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ കഥ കഷ്ട എന്നൊന്നും പറയരുത്. ചില അങ്ങനെയുണ്ട്, ഞാനില്ലെങ്കിൽ തിരുമേനി. അങ്ങനെയല്ല, ഗുരുവായൂരപ്പൻ ഇല്ലെങ്കിൽ എൻ്റെ കഥ കഷ്ടമെന്നേ പറയാവൂ. ചിലപ്പം ഭക്തി കൂടുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതിൽ ചെറിയൊരു അഹന്തയൊക്കെ വന്നാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാനില്ലെങ്കിൽ വലിയ കഷ്ടമാണ്, അങ്ങനെ പറയരുത്. അങ്ങനെയില്ല. ഭഗവാൻ നമ്മളില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഏതായാലും പിന്നെ ഭഗവാന്റെ ആ ദ്വാരകയിൽ സന്തോഷമായിട്ട് കഴിഞ്ഞു. അവിടെ ഉള്ളവർക്കൊക്കെ ഭഗവാന്റെ വരവ് ഉത്സവമാണ്. അവരങ്ങനെ ആഘോഷിക്കുകയാണ്. ദ്വാരകയിൽ ഭഗവാന്റെ വരവ് ഉത്സവമായിട്ട് ആഘോഷിക്കുമ്പം ഹസ്തിനാപുരിലുണ്ടായി സന്തോഷ വാർത്ത. എന്താ ഹസ്തിനാപുരിലുണ്ടായത്? ഉത്തര പെറ്റു. അത് തന്നെ, ഉത്തര പ്രസവിച്ചു ആൺകുട്ടിയാണ്. എന്താ പേരിട്ടത്? വിഷ്ണുരാധൻ എന്ന പേരിട്ടത്. എന്താ കാരണം? വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ. കൃഷ്ണൻ തന്ന ഭിക്ഷയാണ്. മരിച്ചു പോകേണ്ട ഉണ്ണിയാണ്. അശ്വത്ഥാമാവിൻ്റെ അസ്ത്രം കൊണ്ട് മരിച്ചു പോകേണ്ട ആ ഉണ്ണിയെ ആര് രക്ഷിച്ചു? മഹാഭാരതം നോക്കിയാൽ മരിച്ചു പോയ ഉണ്ണി മരിച്ചിട്ടുണ്ട്. ഭാഗവത്തിലും സൂചിപ്പിക്കും. ഈശേനാജീവിത പുനഃ, ഇവിടെ അത് പറയണത്. ഈ അധ്യായത്തിൽ അശ്വത്ഥാംനോപസൃഷ്ടേന ബ്രഹ്മശീഷ്ണോരു തേജസ ഉത്തരായ ഹതോ ഗർഭ. ഉത്തരയുടെ ഗർഭം മരിച്ചു എന്നാണ്, പോയിട്ടുണ്ട്. ആ മരിച്ചുപോയ പരീക്ഷത്തിനെ ആര് ജീവിപ്പിച്ചു? ഈശേനാജീവിത പുനഃ. ഭഗവാൻ അങ്ങോട്ട് ജീവിപ്പിച്ചു. അങ്ങനെ അങ്ങോട്ട് പോയാലോ? ശ്രീ ശിവരമഹർഷിയുടെ സപ്താഹം ഇനി ആരാ കേൾക്കുക? അങ്ങനെ അങ്ങോട്ട് പോയാൽ പറ്റില്ലല്ലോ. പറഞ്ഞു ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ പ്രവൃത്തി. നമ്മുടെ അഹന്ത അങ്ങോട്ട് പോയാൽ ആര് പ്രവർത്തിക്കും? ഭഗവാൻ പ്രവർത്തിക്കും. നമ്മൾ പക്ഷേ ഇല്ല, ഭഗവാന് പറ്റില്ല കരുതി നമ്മളെന്ത് ചെയ്യാണ്? നമ്മൾ ആവശ്യമില്ലാണ്ട് പിടിച്ച് വണ്ടി തിരിക്കുക, എന്നിട്ട് എവിടെയും കൊണ്ടുപോയി മുട്ടും ചെയ്യും. ഭഗവാൻ വൃത്തിയിൽ ഭംഗിയിലാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മളെ കയ്യിലൊന്നുമില്ല ഒന്നും. അതാണ് സത്യം. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒന്നും നേരവണ്ണം നടക്കൂല. ഊണ് കഴിക്കുന്നതും ദഹിക്കുന്നതൊക്കെ നമ്മുടെ കയ്യിലാണെങ്കിൽ എന്തായിരിക്കും കഥ? അതെ, ഊണ് കഴിക്കണം നമ്മുടെ കയ്യിൽ നല്ല ധാരണ അല്ലേ? അതിലിപ്പോൾ അങ്ങനെ ധാരണ അങ്ങനെയല്ലേ? വായന തുറന്നാൽ ആ കഴിക്കുക, കഴിച്ചു കഴിഞ്ഞാൽ അടയ്ക്കുക, അത്രേ നമ്മൾ ചെയ്യണുള്ളൂ. പിന്നെ വടി കൊണ്ട് കുത്തുന്നുണ്ടോ? ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇല്ലേ? അതും നമ്മൾ ചെയ്യണം. വെച്ചാൽ ഒന്ന് കുത്തുക, താഴത്തേക്ക് ഇറക്കുക, അവിടെ ഒരു ചക്രം അതെടുത്ത് തിരിക്കുക, ദഹിപ്പിക്കാൻ ഉണ്ടോ? അങ്ങനെ ഉണ്ട് വിചാരിക്കുക. നമ്മൾ നിർത്തും ഊണ് കഴിക്കണത്. ഇതിപ്പോൾ ഒന്നുമില്ല, അങ്ങനെ കഴിച്ചാൽ പോകേണ്ടതുകൊണ്ട് അത് മാത്രം മുടക്കാണ്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അങ്ങനെ വേണ്ടി വന്നാൽ ആരും ഊണ് കഴിക്കില്ല. ഇതിപ്പോൾ നമ്മളൊന്നും ചെയ്യണില്ല, കഴിക്കുന്നു, അങ്ങനെ പോകുന്നു, ദഹിക്കുന്നു ഇല്ലേ? എന്തൊക്കെ നടക്കുന്നുണ്ട്. അതെങ്ങനെ? അതാ ചോദ്യം. അപ്പോൾ ഒരു ശക്തി ഇല്ല എന്നെങ്ങനെ പറയും? ഇതൊക്കെ കണ്ടിട്ട് ഒരു ശക്തി ഇല്ല എന്നെങ്ങനെ പറയും? അതിന് അവിടെ അത്ഭുതം. ചിന്തിക്കുന്നില്ല എന്നർത്ഥം. ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ഇതിന് കുറേ കാരണങ്ങളൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ പറയും, ഇത്രയേ ഉള്ളൂ. അത് ചില കെമിക്കൽ റിയാക്ഷനാണ്. ആയിക്കോട്ടെ, അത് എനർജിയാണ്, എന്തോ ആവട്ടെ, സംഗതി ഉണ്ടല്ലോ. അത്രയും നമ്മൾ ബ്രഹ്മം ഈശ്വരൻ എന്ന് പറയണു, അത്രയേ ഉള്ളൂ. അതിലാണ് നമ്മളൊക്കെ, അതിൽ സംശയമില്ല.
അത് നമ്മളിടയ്ക്ക് മറന്നു പോകുമ്പോഴാണ് ക്ലേശം ഉണ്ടാവുന്നത്. ഇവിടെ ആ ഉണ്ണിയെ ജീവിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഭഗവാൻ തന്ന ഭിക്ഷ എന്നുള്ള അർത്ഥത്തിൽ ആ തിരിച്ചറിവോടുകൂടി പാണ്ഡവരിട്ട പേരാണ് വിഷ്ണുരാധൻ. പക്ഷെ അദ്ദേഹം അറിയപ്പെട്ടത് ആ പേരിലല്ല, പരീക്ഷത്ത് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. എന്താ കാരണം? പല കാരണങ്ങളുമുണ്ട്, വ്യാഖ്യാനം അനവധിയാണ്. ഒന്ന് പ്രധാനമായിട്ടുള്ളത് പരിതഹ ഈക്ഷതേ ഇതി പരീക്ഷിത് എന്നാണ്. പരിതഹ ചുറ്റും എന്നർത്ഥം. ചുറ്റും നോക്കുന്നവൻ എന്ന് പറഞ്ഞ അർത്ഥം നമ്മളെപ്പോലെ നോക്കുകയല്ല, നമ്മളിങ്ങനെ നോക്കുകയാണ്. മുഖ്യമായിട്ടുള്ള എന്തൊക്കെ ഉണ്ട്, ഗുരുവായൂരപ്പനെ മാത്രം നോക്കില്ല, രണ്ട് കടയിൽ നോക്കും, അപ്പുറത്തും ഇപ്പുറത്തും. സെറ്റ് സാരി ഉണ്ടോ, അതിൽ എന്താ കേമാണോ, എംബ്രോയിഡറി വർക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കുകയാണ്. അവിടെ ഗുരുവായൂരപ്പനെ നോക്കില്ല, അങ്ങനെ നോക്കുകയാണ്. അല്ല, ഇദ്ദേഹം എല്ലാ ദിക്കിലും ആരെ നോക്കുകയാണ്? എല്ലാ ദിക്കിലും ഭഗവാനെ നോക്കുകയാണ്. എവിടെ ഭഗവാൻ, എവിടെ ഭഗവാൻ? താൻ ഗർഭത്തിൽ വെച്ചൊരാളെ കണ്ടു, തന്നെ രക്ഷിച്ചു. ആ ഭഗവാൻ എവിടെ അങ്ങനെ നോക്കി 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 ഇയാൾക്ക് പേരിട്ടതാണെന്ത്? പരീക്ഷത്വം. ജനങ്ങൾ വിട്ട പേരാണ്. ചുറ്റും നോക്കുന്നവൻ, ചുറ്റും ഭഗവാനെ അന്വേഷിക്കുന്നവൻ. അതാണ് ആ കഥ തന്നെ കാണിക്കുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ശാപം കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാൻ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? എന്ത് ചെയ്യും? നമ്മളാ എന്ത് ചെയ്യും? ശാപം കിട്ടിയാൽ 7-ാം ദിവസം മരിക്കും. നമ്മളെങ്ങോട്ട് പോകും? നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ പോകും. എന്തായാലും മരിക്കും, എന്നാൽ പിന്നെ അവിടെ പോയിരുന്ന് മരിക്കുക സുഖമായിട്ട്. എല്ലാവരും ബന്ധുക്കളെയൊക്കെ വിളിക്കും, എന്നിട്ട് നല്ലൊരു സൗകര്യമുള്ള ഒരു AC മുറിയിൽ നേരെയാക്കി സുഖമായിട്ടിരുന്ന് വീശിത്തരാൻ ആൾ, ഒപ്പിരിക്കാൻ കാലുഞ്ഞാൽ ഒരാളൊക്കെ ആയിട്ട് അങ്ങനെ സമയത്ത് അല്ലേ, അതല്ലേ ചെയ്യുക. പരീക്ഷത്ത് എന്ത് ചെയ്തു? രാജാവാണ്, ഭടന്മാരുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, കാശുണ്ട്, ഒക്കെ ഒഴിവാക്കി. ഭാര്യയും മക്കളെയും തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുക പ്രായമാകുമ്പോൾ വയ്യാണ്ടിയാകുമ്പോൾ ആര് വരണം എന്നാണ്. മരിക്കാറാകുമ്പോൾ മക്കളൊക്കെ കൂടെ ഉണ്ടാവുന്നത് തിരിച്ചാ, ആരും വേണ്ട, ഭഗവാൻ മാത്രം മതി. ഇതാണ് വിവേകം, അർത്ഥം, താല്പര്യം. ഭഗവാനെ തന്നെ നോക്കിയത് കൊണ്ടാണ് അങ്ങനെ തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കഥ. ഇങ്ങനെയൊന്നും വിസ്തരിക്കാൻ സപ്താഹവേദിയിലൊന്നും പറ്റില്ല. നമ്മളിപ്പോൾ കഥയൊന്നും പറയാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യം. മറ്റേത് ഉദ്ദേശിച്ചാൽ പിന്നെ ഇതൊന്നും നടക്കില്ല, കഥ മാത്രമേ നടക്കുള്ളൂ. അതാണ് താല്പര്യം. പരിതഹ ഈക്ഷത, ചുറ്റും നോക്കുകയാണ് ഭഗവാൻ എവിടെ. ജീവിതത്തിലുണ്ടായ എല്ലാ അനുഭവത്തിൽ നിന്നും ഭഗവാനെ കിട്ടാനായിട്ട് ശ്രമിക്കുക. ജീവിത ലക്ഷ്യം തന്നെ എന്താണ്? സമാധാനമായിട്ടിരിക്കണം. ഈ ഒരു ലക്ഷ്യം അതുണ്ടായാൽ തന്നെ നേരെ എന്നാണ്. പിന്നെ നമ്മൾ വഴി അന്വേഷിക്കൊന്നും വേണ്ട. ഈ ചിന്ത വന്നാൽ തന്നെ നമ്മൾ പിന്നെ ചെയ്യണ എല്ലാ പ്രവൃത്തിയും കേട്ട് പോകും. പിന്നെ എവിടേക്ക് നടന്നാലും ഭഗവാനിലേക്ക് എത്തും. അത് തെക്കോട്ടായാലും വടക്കോട്ടായാലും, ഇനി കർമ്മയോഗ ആണെങ്കിലും ജ്ഞാനയോഗ ആണെങ്കിലും, ഇനി എന്ത് പണിയായിക്കോട്ടെ അതെവിടെ എത്തിക്കും? ഭഗവാനിലേക്ക് എത്തിക്കും തീർച്ചയാണ്. ആ നിഷ്ഠ ആദ്യം ഉണ്ടാവണം. അതുകൊണ്ട് പരീക്ഷത്തുനിന്ന് പേര്. വരുന്നവരെയൊക്കെ നല്ലോണം നോക്കുന്നത് കൊണ്ട് പരീക്ഷത്തുനിന്ന് പേര്. പരീക്ഷിക്കണവനായതുകൊണ്ട് പരീക്ഷത്തുനിന്ന് പേര്. പരീക്ഷയിൽ ജയിച്ചത് കൊണ്ട് പരീക്ഷത്തുനിന്ന് പേര്. ഏത് പരീക്ഷയിൽ? ഗർഭത്തിൽ വെച്ചൊരു പരീക്ഷ പാസ്സായി വന്നതല്ലേ. പരീക്ഷയിൽ ജിതനായതുകൊണ്ട് പരീക്ഷത്ത്. ഇങ്ങനെയൊക്കെ പരീക്ഷത്ത് എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ബ്രാഹ്മണരൊക്കെ അവിടേക്ക് വന്നു. ജാതകം കാരയാമാസ, ജാതകമൊക്കെ ഇയാളുടെ പറ്റി കേമത്തൊക്കെ അങ്ങനെ പറഞ്ഞു. വലിയ കേമനാണ് അദ്ദേഹം. രതിദേവനെ പോലെ ഉദാരനായിരിക്കും. ഗുണങ്ങളുടെ കാര്യത്തിൽ കൃഷ്ണനെ പോലെയായിരിക്കും. സർവസദ്ഗുണമാഹാത്മ്യേഷ കൃഷ്ണമനുവ്രത. പിന്നെ കുറച്ചങ്ങനെ പറഞ്ഞ് അവസാനം എന്തും പറഞ്ഞു? ദോഷവും പറഞ്ഞു. നമ്മളീ കുഴപ്പമില്ല, നല്ലതൊക്കെ പറയും, പിന്നെ അവസാനം പറയും ആ തിരുമേനി കേമന. എന്താ അയാളുടെ സമ്പ്രദായം, പ്രഭാഷണമൊക്കെ? പിന്നെന്താ വെച്ചാൽ അതവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇത്രയും നല്ലതൊക്കെ പറഞ്ഞത് ഇനി അടുത്തത് വരാൻ എന്താ ഉദ്ദേശിച്ചത്? മറ്റത് പിന്നെ ആദ്യം പറഞ്ഞത് മോശമല്ലേ ഉള്ളതുകൊണ്ട് കുറച്ച് നല്ലത് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാം കൊണ്ടുപോയിട്ട് അതാണ്. അതേപോലെ ഈ പരീക്ഷത്തിനെ പറ്റി കേമത്തം കുറേ പറഞ്ഞു. എന്നാൽ ദോഷം പറയാണ്ടിരിക്കാൻ പറ്റണില്ല. ദോഷമല്ല, പരീക്ഷത്തിന് ദോഷമല്ല, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അവസാനം എന്ത് പറഞ്ഞു? തക്ഷകാദാത്മനോ മൃത്യും. അദ്ദേഹം മരിക്കുക തക്ഷകൻ എന്ന പാമ്പ് കടിച്ചിട്ടാണ്. പണ്ട് കാലത്താണെങ്കിലും പാമ്പ് കടിച്ച് മരിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു ദുർമരണമായിട്ടാണ് കണക്കാക്കുക. ഇടിവെട്ടി മരിക്കുക, പാമ്പ് കടിച്ച് മരിക്കുക, അതൊക്കെ ഒരു നല്ല മരണമായിട്ടല്ല കണക്കാക്കുക. അതങ്ങോട്ട് കേട്ടപ്പോഴേക്കും പാണ്ഡവർക്ക് വലിയ വിഷമായി. അവിടെ വെച്ച് പറഞ്ഞു വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും മരിക്കില്ലേ. ഇതാണ് നമുക്കുള്ള ഉത്തരം. ഒരു പ്രാവശ്യമല്ലേ മരിക്കുള്ളൂ അല്ലേ? 2 പ്രാവശ്യം മരിക്കുമോ? ഇല്ല. നമ്മളൊക്കെ മരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ മരിക്കാത്തവനാണെന്ന് മരിക്കണതിൻ്റെ മുന്നേ അറിയാം, അതിലാണ് കാര്യം. അതിനാണ് നമ്മൾ ഭാഗവതമൊക്കെ കേൾക്കണത്. എന്താണ്? മരിക്കണതിൻ്റെ മുമ്പ് ഞാൻ മരിക്കാത്തവനാണെന്ന്. അതെന്താ സംഭവം? പറഞ്ഞതിൻ്റെ ആശയം പിടികിട്ടില്ലേ? ഈ ശരീരം നമ്മൾക്ക് കൺട്രോൾ അല്ലാതെ ആവും എന്നാണ്. അതാ മരണം എന്ന് പറഞ്ഞാൽ അവിടെ പോവും. അതിൻ്റെ മുമ്പ് ഇത് വേണ്ടതുപോലെ ഉപയോഗിക്കുക. ഈ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ അങ്ങോട്ട് ഉപയോഗിച്ച് ഞാൻ മരിക്കാത്തവനാണെന്ന് അറിയാം. പിന്നെ മരിച്ചാലും സാരമില്ല, അത് ദേഹം അറിയും. ദേഹം മരിക്കുന്നതിൻ്റെ മുമ്പ് എന്തറിയും? അതാണ് ഇവിടെ പറഞ്ഞത്.
പ്രപത്സ്യത ഉപശ്രുത്യ മുക്തസംഗ പദം ഹരേ. ശ്രീശുക ബ്രഹ്മർഷിയുടെ അടുത്തുനിന്ന് ആത്മതത്വം കേട്ടറിഞ്ഞ് അനുഭവത്തിൽ വരും. അദ്ദേഹം ഉപേക്ഷിച്ച ദേഹത്തെയാണ് ആര് കടിക്കുക? പിന്നെന്താ കുഴപ്പം? നമ്മൾ ഉപേക്ഷിച്ചത് ഒരാൾ കൊണ്ടുപോയാൽ വിഷമമുണ്ടോ? ഉണ്ടോ? നമ്മൾ സൂക്ഷിച്ച് വെച്ചത് ഒരാൾ കൊണ്ടുപോയാൽ നമുക്ക് വിഷമമാണ്. നമ്മൾ ഉപേക്ഷിച്ചു, ചെരുപ്പ് കൊണ്ടുപോയി കളഞ്ഞു, അതാരോ കൊണ്ടുപോയി, നമുക്ക് വിഷമമുണ്ടോ? പുതിയ ചെരുപ്പ് വാങ്ങി, അതാരോ അത് വിഷമമുണ്ടോ? പക്ഷേ നമ്മൾ കളഞ്ഞതാണ്, ആരോ കൊണ്ടുപോയാൽ സന്തോഷം, അയാൾക്കത് ഉപകാരം അയച്ചാൽ നന്നായി എന്ന് വിചാരിക്കുള്ളൂ. ഇതുപോലെ പരീക്ഷത്വം വിചാരിച്ചത് നന്നായി. ജനമേജയൻ തൻ്റെ മകനാ, ആ മകന് ഭാരമില്ലാണ്ട കഴിഞ്ഞു. തൻ്റെ ദേഹത്തെ ദഹിപ്പിച്ചു ആര്? തക്ഷകൻ. തക്ഷകൻ കടിച്ച പിന്നെ ശവം ബാക്കി ഉണ്ടാവില്ല, കരിഞ്ഞു പോവും, പിന്നെ ഭസ്മാവും. അതുകൊണ്ട് ആർക്ക് പണിയില്ലേണ്ടിയായി? നന്നായതായാലും തൻ്റെ മകൻ ആ ബുദ്ധിമുട്ടില്ലാണ്ട് കഴിഞ്ഞു. ഇനിയിപ്പം അയാൾ എവിടെ നിന്ന് വരണേ? ഗൾഫിൽ നിന്ന് വരണം, ഇവിടെ അങ്ങനെ ബോഡി ഇങ്ങനെ വെക്കുക, എത്തിയിട്ട് അതൊന്നും വേണ്ട. അങ്ങനെ അച്ഛൻ കണക്കാക്കി. ഒന്ന് ആലോചിച്ച് നോക്കൂ, മകൻ ആ ഭാരമില്ലാണ്ട് കഴിഞ്ഞു. അത്രയ്ക്കൊരു ഭാവം. ഇതൊക്കെയാണ് പരീക്ഷത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സ ഏഷ ലോകേ വിഖ്യാത പരീക്ഷിതി യത് പ്രഭു ഗർഭേ ദൃഷ്ടമനുധ്യായൻ പരീക്ഷേത നരേഷ്വിഹ. ഗർഭത്തിൽ കണ്ട ഭഗവാനെ തന്നെ അങ്ങനെ നോക്കി പല ദിക്കിലും വരുന്നവരൊക്കെ തന്നെ എടുത്ത് മടിയിൽ വയ്ക്കുമ്പോഴും ലാളിക്കുമ്പോഴൊക്കെ അദ്ദേഹം നോക്ക് മുഖത്തേക്കാണ്. ഗോപിക്കുറിയുണ്ടോ, നിറം നീലയാണോ, വലിപ്പീലിയുണ്ടോ, മഞ്ഞപ്പട്ടാണോ, ശ്രീവത്സം വന്ന മറകുണ്ടോ, അങ്ങനെ നോക്കി 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 ജനങ്ങളിട്ട് പരീക്ഷിക്കണവനാ. അങ്ങനെ പരീക്ഷിച്ചു എന്നുള്ള പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി. ഗർഭശ്രീമാൻ, ഗർഭത്തിലിരിക്കെ തന്നെ ഭഗവാനെ കാണാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ശ്രീശുകരും പരീക്ഷത്തും തമ്മിലുള്ള ബന്ധം എന്താണ്? പരീക്ഷത്തും ഗർഭത്തിലിരിക്കുമ്പോൾ ഭഗവാനെ കണ്ടു. ശ്രീശുകരുടെ കഥയിലും ശ്രീശുകർ എവിടെ കണ്ടു? ഭഗവാനെ ഗർഭത്തിലിരിക്കുമ്പോൾ കണ്ട ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ആർക്ക് ഉപദേശം കൊടുക്കുന്നത്. രണ്ടുപേരും ഏറെക്കുറെ ഒരേപോലെയാണ് പല കാര്യത്തിലും. അങ്ങനെ ഒരിക്കലും ഭഗവാൻ വന്നു, ഈ പരീക്ഷത്തിനെ മടിയിൽ വെച്ചു, അനുഗ്രഹിച്ചു. തിരിച്ചു പോണ സമയത്ത് അർജുനനെ കൂടെ കൂട്ടി. താൻ കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കൂ എന്നും പറഞ്ഞ് അർജുനെയും കൊണ്ടുപോവുകയാണ്. പിന്നീട് എന്താ ഉണ്ടായി? അതാണ് പിന്നെ വർണ്ണിക്കുന്നത് 13-ാമത്തെ അധ്യായത്തിൽ. വിദുരഃ തീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോ ഗതിം ജ്ഞാത്വാഗാത് ഹാസ്തിനപുരം തയാവാപ്ത വിവിത്സിതഃ. വിദുരയുടെ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തി എന്നാണ് പറയുന്നത്. ഭാഗവത്തിൻ്റെ ഒരു സമ്പ്രദായം എങ്ങനെയാണ്? വിദുരയുടെ തീർത്ഥാടനത്തിന് പോയി എന്നുള്ളത് പറഞ്ഞിട്ടുമില്ല, എന്തേ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടില്ല, തിരിച്ചെത്തി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ചിലർക്ക് സംശയമുണ്ട്, എന്താ ഇങ്ങനെ പറയണു? ഒരു സമ്പ്രദായം ഇല്ലാണ്ട് കഥ പറയുമ്പോൾ എങ്ങനെ പറയാൻ പാടും? വിദുരർ പെട്ടെന്ന് ഇങ്ങോട്ട് പറയുക ഒരു അധ്യായത്തിലെ, വിദുരയുടെ തീർത്ഥാടനം കഴിഞ്ഞ് ആരെയും വിദുരർ പറയണ്ടേ? വ്യാസരത് പറഞ്ഞില്ല. എന്താ കാരണം? നമ്മളൊക്കെ മഹാഭാരതമൊക്കെ വായിച്ച ആളാവുമെന്നാണ് ആരുടെ ധാരണ? വളരെ സംഗതി വായിച്ചില്ലാന്നുള്ളതിപ്പം ഈ വ്യാസർ കുറേ രചിച്ചല്ലോ, മഹാഭാരതം രചിച്ചു, കുറേ പുരാണങ്ങൾ രചിച്ചു. അപ്പം വ്യാസർ വിചാരത്തൊക്കെ എല്ലാവരും ഇരുന്ന് ഇയാൾ രചിക്കണ കാത്തിരിക്കുക, കഴിഞ്ഞ് അങ്ങോട്ട് വായിക്കാമെന്നുള്ള മട്ടില്ലേ. അപ്പോൾ അതൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കുന്ന ആൾ ഇനി അടുത്ത പുസ്തകം നോക്കിയിരിക്കുമ്പോൾ ഭാഗവതം അങ്ങോട്ട് കൊടുത്തു. അപ്പം അവരെന്ത് വായിച്ചിട്ടുണ്ടാവും? മറ്റതൊക്കെ വായിച്ചത് കൊണ്ട് ആ മട്ടിലാണ് പല കഥകളും പറയണത്. അതുകൊണ്ട് തന്നെയാണ് സർവശാസ്ത്ര വിശാരദ വിളിക്കും. സൂതനെയും ശ്രീശുവരൊക്കെ വിളിക്കുന്ന പേരതാണ്, സർവശാസ്ത്ര വിശാരദ. എല്ലാ ശാസ്ത്രവും പഠിച്ച ആൾക്ക് മാത്രമേ ഭാഗവതം വേണ്ടതുപോലെ വിസ്തരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. കുറച്ചെങ്കിലും മറ്റു ശാസ്ത്രങ്ങളും പഠിച്ചവർക്ക് ഇതിലുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. കാരണം ചിലതൊന്നും വ്യക്തമായിട്ട് പറയണില്ലല്ലോ. ഇനി പറയും, തൃതീയത്തിൽ പറയും ഈ കഥയൊക്കെ വിസ്തരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് പറയണത്? വിദുരരുടെ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോൾ ചോദ്യം, ആരാണ് വിദുരർ? നമുക്കറിയാം, പാണ്ഡവരുടെ കഥയൊക്കെ നമുക്കറിയാം. ആ പാണ്ഡവരുടെ വല്യച്ഛനാണ് ധൃതരാഷ്ട്രർ, ചെറിയച്ഛനാണ് വിദുരർ. പാണ്ഡവരുടെ അച്ഛൻ പാണ്ഡു, ധൃതരാഷ്ട്രർ, പാണ്ഡു, വിദുരർ, 3 മക്കൾ വ്യാസർക്ക്. പിന്നെ 4-മത്തൊരു മകൻ ആണ് നമ്മുടെ ശ്രീശുകർ. അദ്ദേഹം മോക്ഷത്തിൻ്റെ പ്രതീകമാണ്. അദ്ദേഹത്തിനൊന്നും വേണ്ട, ശാന്തി മാത്രം മതി. എന്ത് മതി? സമാധാനം മാത്രം മതി. പണം വേണ്ട, പ്രശസ്തി വേണ്ട, സുഖഭോഗങ്ങൾ വേണ്ട, അതിലൊന്നും അദ്ദേഹം വീഴില്ല. ധൃതരാഷ്ട്രർ അദ്ദേഹത്തിന് സ്ഥലം മതി. എന്ത് മതി? ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ധൃതം എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നാണ് അർത്ഥം. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം ആണ്. തൻ്റെ 2 സെൻറ്റ് ഞാൻ കൊടുക്കില്ല, കേസിന് പോകും ഞാൻ. എന്നിട്ട് അതിൻ്റെ പൈസനേക്കാൾ അധികം 10 ഇരട്ടി പൈസ കേസിന് കൊടുത്തു. എന്നാലും ഞാൻ മരിച്ച നീ വേണം നിൻ്റെ കേസ് നടക്കുക എന്ന് പറഞ്ഞാൽ മരിക്കും ചെയ്യും. ഇതാണ് ധൃതരാഷ്ട്രർ. വിടില്ല. മരണം വരെ അയാൾക്ക് ശാന്തി എന്ന് പറഞ്ഞതില്ല. തിരിഞ്ഞും മരണം കിടക്കുകയാണ്, ഉറക്കില്ല. ഇതൊരു ഭ്രമം. അർത്ഥത്തിനോടുള്ള മോഹം, അതാണ് കണ്ണ് കാണില്ല പറഞ്ഞത്. അതല്ലാതെ കണ്ണ് കാണായി അല്ല. പുറമെയുള്ള കണ്ണ് കണ്ടില്ലെങ്കിലും
സാരമൊന്നുമില്ല, അതൊന്നും ഇപ്പോൾ വലിയ വിഷയമൊന്നുമില്ല. കണ്ണ് കാണാത്ത എത്ര പേരുണ്ട്, എത്ര ഭക്തന്മാരുണ്ട്. അകത്തുള്ള കണ്ണ് അത് തുറക്കണില്ല, അവിടെയാണ് വിഷയം. ഇതാണ് ധൃതരാഷ്ട്രൻ. അർത്ഥത്തിൻ്റെ പ്രതീകമാണ്, കാമത്തിൻ്റെ പ്രതീകമാണ് പാണ്ഡു. അയാൾക്ക് സുഖം അനുഭവിക്കുക, ഭോഗം അനുഭവിക്കുക, ഇതാണ് അയാളുടെ ചിന്ത. അയാൾ അങ്ങനെയാണ് മരിക്കുന്നത് തന്നെ. അപ്പോൾ അർത്ഥവും കാമവും കഴിഞ്ഞു. പുരുഷാർത്ഥങ്ങൾ 4. ധർമ്മം എന്നൊരു സംഗതി ഉണ്ട്, അത് പ്രധാന. അതാണ് ആര്? വിതുരൻ. വിത് എന്നുള്ള ധാതുവിൻ്റെ അർത്ഥം തന്നെ ജ്ഞാനം എന്നാണ്. വിത് ജ്ഞാനി എന്നുള്ള ധാതുവിൽ നിന്നാണ് വേദം എന്നുള്ള പദമൊക്കെ ഉണ്ടായത് തന്നെ. അറിവുള്ളവൻ, അറിവിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് വിതുരൻ. ധർമ്മിഷ്ഠനാണ് അയാൾ, അന്യായമായിട്ടൊന്നും ചെയ്യില്ല. ഇപ്പോൾ ധർമ്മം, അർത്ഥം, കാമം കഴിഞ്ഞു. ഇനി ഒന്നുണ്ട് മോക്ഷം. അതാണ് ആര്? ശ്രീശുകർ. ഇതാണ് വ്യാസരുടെ 4 മക്കളായിട്ട് പറയുന്നത്. അതിലെ വിതുരയുടെ തീർത്ഥാടനത്തിന് പോയി. എന്താ കാരണം? ഹസ്തിനാപുരിലെ രാജാവ് ധൃതരാഷ്ട്രരെ തൻ്റെ മകനെ വളർത്തി. എങ്ങനെ വളർത്തി? പുഷ്ണൻ അധർമ്മേണ വിനഷ്ടദൃഷ്ടി. അധർമ്മം കൊണ്ട് വളർത്തി. നല്ലത് പറഞ്ഞു കൊടുക്കുക അതുണ്ടായില്ല. അവർ ചിത്തത് ചെയ്യുമ്പം എതിർത്തതുമില്ല, അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഒരു മൗനാനുവാദം. പല അപകടങ്ങളും ദുര്യോധനം കാണിക്കുമ്പോൾ പലരും വന്ന് പറയാറുണ്ട്, ഞങ്ങളുടെ മകൻ ഇങ്ങനെ അപകടം കാണിക്കുന്നുണ്ട്, എന്നാൽ അച്ഛനാണെങ്കിൽ നിയന്ത്രിക്കണ്ടേ, വേണ്ടേ? അത് ചെയ്തിട്ടില്ല. സാരല്ല പോട്ടെ, അതൊക്കെ ഉണ്ടാവും, ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഈ മക്കൾ എന്തായി മാറി? മോശക്കാരായിട്ട് മാറി. പുഷ്ണൻ അധർമ്മേണ വിനഷ്ടദൃഷ്ടി. അങ്ങനെ ആയ സമയത്ത് വലിയ വിഷമം വിതുരർക്ക്. ധർമ്മിഷ്ഠനാണല്ലോ, തൻ്റെ രാജ്യം തന്നെ നശിക്കാൻ പോവുകയാണല്ലോ എന്നുള്ള വിഷമത്തിൽ അദ്ദേഹം തൻ്റെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രം എടുത്ത് വന്നിട്ട് ഉപദേശിക്കും. കേട്ടാ, ഞാൻ പറഞ്ഞുകൊണ്ട് അലോക്യം തോന്നരുത്, ഈ പോക്ക് നല്ലതിനല്ല. കാരണം അറിവുണ്ട്, അറിവുള്ളവർക്ക് മനസ്സിലാവില്ല എങ്ങോട്ടാ പോകണമെന്ന്, അറിവില്ലാത്തവർക്ക് മനസ്സിലാവില്ല. കുഴി ചാടാൻ പോകുമ്പോൾ അവർക്കറിയില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവും പോക്ക് കാണുമ്പോൾ അങ്ങനെ അത് കുഴിക്കാണ് പോകുന്നത്. മക്കളെ പോക്ക് കാണുമ്പോൾ രക്ഷിതാക്കൾക്ക് മനസ്സിലാവണില്ലേ, മക്കൾക്ക് മനസ്സിലാവണില്ല. പക്ഷേ ഇതേപോലെ വിതുരർക്ക് മനസ്സിലായി ഈ പോക്ക് അപകടത്തിലേക്കാണ്, രാജ്യം നശിക്കും, അതുണ്ടാവുക എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഏട്ടൻ്റെ അടുത്ത് വന്ന് ഉപദേശിച്ചു. മക്കളെ നേർവഴിക്ക് നടത്തണം, അത് അച്ഛൻ്റെ ചുമതലയാണ്, അത് ചെയ്യണം. ഇത് 100 പേര്, 2 പേരും കണ്ണും കെട്ടി. ഇയാൾക്ക് കണ്ണ് കാണില്ല, ഭാര്യ കണ്ണ് കെട്ടി. പതിവ്രതയാണെന്നും പറഞ്ഞു. എളുപ്പമുണ്ടല്ലോ, പിന്നെ പാത്രം കഴുകണ്ട, മിറ്റടിച്ച് വരണ്ട, പതിവ്രതയാണ്. എളുപ്പമുണ്ട്, ഒരു പണിയെടുക്കണ്ട. മക്കളൊക്കെ കുരുത്തം കെട്ടവരാവും ചെയ്തു. അച്ഛനും അമ്മയും നോക്കാനില്ലേ, പിന്നെ അവർക്ക് തോന്നിയ പോലെ ആവാലോ. ഇങ്ങനെ അധർമ്മം പലതും ചെയ്തു. അതുകൊണ്ട് അടുത്തു എന്ന് പറഞ്ഞു, ശ്രദ്ധിക്കണം, വേണ്ടതുപോലെ ഉപദേശിക്കുക, അതാ വേണ്ടത്. ഇവനെ മൂത്ത മകൻ ദുര്യോധനാണ് പ്രശ്നക്കാരൻ, അയാളെ അനുകരിക്കുക ബാക്കിയുള്ളവർ. അതാ കുഴപ്പമേ. ഈ വലിയ ആൾ അത് ശരി തെറ്റോ നോക്കില്ല, എന്നിട്ട് അനുകരിക്കുക. അയാൾ നല്ലത് ചെയ്ത് വെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ നല്ലത് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവനെ അങ്ങോട്ട് മാറ്റിയാൽ ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെടും, അതാവും നന്നാവുക എന്ന് പറഞ്ഞത് കേട്ടും കൊണ്ടാണ് ആര് വരുന്നത്? അത് കേട്ടും കൊണ്ടാണ് ദുര്യോധനം വരുന്നത്. പിന്നെ പറയണോ? അച്ഛാ, ചെറിയ ചെന്നാണ് വിളിക്കേണ്ടത്. ചെറിയ ചെന്നല്ല വിളിച്ചത്, ഒരു ചീത്ത വിളിയാണ് അവിടെ ഉണ്ടായത്. നമ്മളുടെ ചോറും കഴിച്ച് ഇദ്ദേഹം എന്താണ് നമ്മളുടെ നേരെ പുലമ്പണത്? ഇയാളൊക്കെ തിന്നാൻ കൊടുത്ത നമ്മളെ വേണം പറയാൻ. ഇനി ഈ ദാസീപുത്രനെ പുറമേക്ക് വലിച്ചെറിയുക, ശ്വാസം മാത്രം ബാക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തല്ലി വേദനിപ്പിക്കുക, കൊല്ലണ്ടെന്നർത്ഥം. ഇതങ്ങോട്ട് കേട്ടതും വിതുരർ അവിടെ നിന്ന് എണീറ്റു. എന്നിട്ട് ഭഗവാനോട് നന്ദി പറഞ്ഞു. നന്ദി, താങ്ക്സ്. വിരക്തി വന്നു. എന്ത് വന്നു? ഇതിങ്ങനെ ലേശം ഇങ്ങനെ ഒട്ടി ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഒരു അവസാനത്തെ പിടുത്തം. എന്തൊക്കെ പറഞ്ഞാലും താൻ ഈ രാജ്യത്തിലെ ആളല്ലേ, ഈ രാജ്യം നേർവഴിക്ക് നടത്തണ്ടേ, അതിലഭിമാനമാണ്. പ്രായമുള്ളവർക്കൊക്കെ ഉണ്ടാവുമല്ലോ, ഈ കുലം, എൻ്റെ തറവാട്, ഞാൻ നോക്കി നടത്തിയ സ്ഥലം, ഞാൻ മരിച്ചാലും സാരമില്ല, ഞാൻ മരിച്ചവൻ എന്തായാലും എന്താ, അങ്ങനെയല്ല, ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കണം, അങ്ങനെയൊക്കെ ഒരു വിചാരം ഉണ്ടല്ലോ, അത് ഒരു അഭിമാനം. വിതുരർക്ക് അത് നല്ലോണം ഉണ്ടായിരുന്നു, ഈ രാജ്യത്തിൻ്റെ കാര്യം എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. ഇപ്പം ഈ വർത്തമാനം കണ്ട് കേട്ടപ്പോൾ അതും കൂടി എന്തായി, പൂർണ്ണമായിട്ട് അങ്ങോട്ട് പോയി. ഇനി ഹസ്തിനാപുരി എന്ത് വേണമെങ്കിൽ സംഭവിക്കട്ടെ, നടക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ കിരീടം അവിടെ അഴിച്ചു വെച്ചു, തൻ്റെ ആ വസ്ത്രം അഴിച്ചു വെച്ചു, മരവുരി ഉടുത്തു, അപ്പം സന്യസിച്ചു എന്നാണ്. അത് വലിയ വിരക്തി വരാത്ത വിതുരർക്ക് ദുര്യോധനൻ്റെ വർത്തമാനം കേട്ടപ്പോൾ വിരക്തി വന്നു. നമുക്ക് വന്ന പോലെ വിരക്തിയാണ്, നമുക്ക് ഇടയ്ക്കൊക്കെ വരും. ആരെങ്കിലുമൊക്കെ അടുത്ത ബന്ധുക്കളും വെച്ചാൽ ശ്മശാന വൈരാഗ്യം ഈ പറയും. ശ്മശാനത്തിൽ പോയി കഴിഞ്ഞാൽ പറയില്ലേ, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കഥ, കണ്ടില്ലേ, എന്തൊക്കെ ഉണ്ടാക്കിയിട്ടെന്താ പോയി. ആ പറച്ചിൽ കേട്ടാൽ നമ്മൾ എളുപ്പം നാളെ രാമകൃഷ്ണ മിഷനിൽ പോകാൻ നിൽക്കുകയാണെന്നൊക്കെ ഒന്നുമില്ല. അത് പറഞ്ഞാൽ അങ്ങോട്ട് തിരിയുമ്പോഴേക്കും പണ്ട് 10 റുപ്യ വാങ്ങിയ ആൾ മുന്നിൽ കണ്ടാൽ എവിടെയോ എൻ്റെ 10 റുപ്യ എന്ന് ചോദിക്കും. അത്രയേ ഉള്ളൂ, അത് കഴിഞ്ഞു. അല്പസമയം ഉണ്ടാവും.
പ്രസവം കഴിഞ്ഞാൽ സ്ത്രീകൾ വിചാരിക്കത്ര ഇനി ഞാൻ പ്രസവം. അതേപോലെ രണ്ട് ഉദാഹരണം പറയും, ഒക്കെ വെറുതെ അത്രയുള്ളൂ. ഇതുപോലെ ശ്മശാന വൈരാഗ്യം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ഇതങ്ങനെയല്ല. ഇനിയില്ല, ഇനി രാജ്യത്തിൻ്റെ മുകളിൽ എനിക്ക് ഭ്രമമില്ല എന്ന് അദ്ദേഹം കണ്ട് ഉറപ്പിച്ചു. നേരെ അദ്ദേഹം തീർത്ഥാടനത്തിന് ഇറങ്ങി. ഭാര്യയോട് പോലും പറഞ്ഞില്ല എന്ന്. വീട്ടിൽ പോയിട്ടൊന്ന് പറഞ്ഞുകൂടെ ഞാൻ സന്യസിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ സന്യസിക്കുക. സന്യസിക്കുന്നവരെന്ത് ചെയ്യില്ല, ചിലങ്ങനെ പറയും ഞാൻ 2 കൊല്ലം കഴിഞ്ഞ് സന്യസിക്കാൻ വിചാരിക്കുന്നുണ്ട്, പെൻഷൻ പറ്റട്ടെ. നമുക്കറിയാം അയാൾ 10 ജന്മത്തിൽ സന്യസിക്കില്ല. അങ്ങനെയൊന്നും ഇല്ല. അതിങ്ങനെ പറഞ്ഞു സന്യസിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും സന്യസിക്കുന്നവരെന്ത് ചെയ്യില്ല, പക്ഷെ അക്ഷരം ഉണ്ടില്ല, അങ്ങോട്ട് പോവുകയുള്ളൂ. ഇദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ ഭാര്യ സന്യസിക്കാൻ വിടും. ഗ്യാസിൻ്റെ പൈസ അടയ്ക്കണ്ടേ, കറണ്ട് ബില്ല് ആരാ അടയ്ക്കുക എന്നൊക്കെ ചോദിച്ച് വിടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒന്നും വേണ്ടിയില്ല. അദ്ദേഹം ഭാര്യയോട് പോലും പറയാതെ അദ്ദേഹം സന്യസിച്ചു. അങ്ങനെ അദ്ദേഹം തൻ്റെ ബന്ധുക്കളില്ലാത്ത സ്ഥലം നോക്കി നടന്നു എന്നാണ്. ഇതാണ് തീർത്ഥാടനം. എന്താണ്? ബന്ധുക്കളെ കണ്ടാൽ ഈശ്വര വിചാരം പോവുകയെ. ബന്ധുക്കളെ കണ്ടാൽ നമ്മൾ ബന്ധുക്കളുള്ള സ്ഥലം നോക്കിയിട്ടാണ് തീർത്ഥാടനത്തിന് പോവുക, അല്ലേ? നമ്മൾ നോക്കുക, നേരിട്ട് പോവില്ല. നമുക്കൊന്ന് ബാംഗ്ലൂർ ഇറങ്ങിയാലോ, വല്യമ്മ അവിടെ ഉണ്ടേ, മറ്റേ ഉന്നതിക്കൽ ഇറങ്ങിയാലോ, അങ്ങനെ പോവുകയുള്ളൂ. ഇനി കാശി പോയാൽ അവിടെ ആരെങ്കിലും ഉണ്ടാവും, അച്ചോള മകനോ എന്തെങ്കിലുമൊക്കെ. അവിടെ പോയി അവിടെ ഇരുന്ന് അങ്ങനെ അത് നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈശ്വര വിചാരം നമുക്ക് ഉണ്ടാവുകയില്ല. നമ്മളെ ഓർമ്മിപ്പിക്കുക, ശരീരാഭിമാനം ഉണ്ടാക്കാത്ത ആളുകൾ വേണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈശ്വരനെ മാത്രമേ ഓർമ്മ വരുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. തൻ്റെ ബന്ധുക്കളില്ലാത്ത സ്ഥലം നോക്കി അദ്ദേഹം സഞ്ചരിച്ചു എന്നാണ്. അങ്ങനെയാണ് വേണ്ടത്. തീർത്ഥാടനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ അവിടെ വില കുറഞ്ഞ സാധനം ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കാശി പോയ പട്ടുസാരി നോക്കുക, മഹാദേവനില്ല, അവിടുത്തെ 10 രൂപ കുറവാണ് എന്ന് പറഞ്ഞ് അത് കുറേ വാങ്ങിക്കൊണ്ടുവരും ചെയ്യും. ഭഗവാനെ ശ്രദ്ധിക്കാനോ ആ മട്ടിൽ അങ്ങനെ ചിന്തിക്കുന്നവർ ഇല്ല പറയണില്ല, പക്ഷെ കുറവാന്നുള്ള കാര്യം സത്യം. അപ്പോൾ ഈ കഥയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ വേണം തീർത്ഥാടനം, ഈശ്വര വിചാരം തന്നെ. ഇങ്ങനെ അദ്ദേഹം 32 വർഷം, ഇത്ര വർഷം കഴിഞ്ഞു, നാട്ടിലേക്ക് പോകുന്നില്ല. കാരണം തോന്നണില്ല, വിരക്തി വന്നു. എന്ത് ഹസ്തിനാപുരി, അത്രയേ ഉള്ളൂ. ഈ മട്ടിൽ അദ്ദേഹം അങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ പോകുന്ന സമയത്ത് ഒരിക്കൽ യമുനയുടെ തീരത്ത് വെച്ചൊരു ഭക്തനെ കണ്ടു. ആ ഭക്തൻ്റെ പേര് ഉദ്ധവൻ എന്നാണ്. തത്രോദ്ധവം ഭാഗവതം ദദർശ. ഉദ്ധവൻ എന്ന ഭാഗവതനെ കണ്ടു. ഉദ്ധവരാരാ? ഭഗവാന്റെ മന്ത്രിയാണ്. ഉദ്ധവരും ഏറെക്കുറെ ഇതേ പ്രശ്നമുള്ള ആളാണ്. ഉദ്ധവർക്കും ഭഗവാൻ സന്യസിക്കാൻ പറഞ്ഞപ്പോൾ ഉദ്ധവർ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? എന്നോട് സന്യസിക്കാൻ പറയരുത്, ഞാൻ ഹസ്തിനാപുരത്തിൻ്റെ മന്ത്രിയാണ്. അല്ല, ഈ ദ്വാരകയുടെ ആ മധുരയിലെ മന്ത്രിയാണല്ലോ. അപ്പോൾ ഈ കൊട്ടാരം കടലെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഈ പ്രശ്നക്കാരൻ തന്നെയായിരുന്നു ആരും? വിതുരർക്കും ഹസ്തിനാപുരി നശിക്കുക പറഞ്ഞ വിഷമമുള്ള ആളാണ്. പക്ഷെ അത് പോയി വിരക്തി വന്നു. ഉദ്ധവർക്കും ഭഗവാന്റെ ഉപദേശം കേട്ടപ്പം വിരക്തി വന്നു. രണ്ടുപേരും ഒരേപോലത്തെ ആളുകളാണ്. ഭക്തന്മാർ തമ്മിൽ അങ്ങോട്ട് കണ്ടുമുട്ടിയാലുള്ള സന്തോഷം പറയാനുണ്ടോ? അവർ തമ്മിൽ അങ്ങോട്ട് കണ്ടുമുട്ടിയപ്പോഴേക്കും പിന്നെ കെട്ടിപ്പിടിക്കുന്നു. വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേ. തീർത്ഥകീർത്തിയായിരിക്കുന്ന ആ ഭഗവാന്റെ വാർത്ത പറയൂ. സഖേ, പ്രിയപ്പെട്ടവനെ, ആ ഭഗവാനെ പറ്റി പറയൂ. ഇതാണ് ഭക്തന്മാർ തമ്മിൽ കണ്ട അവർക്ക് എന്ത് പറയാനില്ല? അവർക്ക് ലോകവർത്തമാനൊന്നും പറയാനില്ല. ആരെ പറ്റി പറയണ്ടു? തീർത്ഥകീർത്തേ. അയാളുടെ പറ്റി കേട്ടാൽ, ഭഗവാനെ പറ്റി കേട്ടാൽ നമ്മളെന്തായി? തീർത്ഥമായി മാറി. ഇപ്പം നമ്മളൊക്കെ അഴുക്ക് വെള്ള, പക്ഷെ ഭഗവാനെ പറ്റി കേട്ടാൽ നമ്മളാരെയും മാറി? നമ്മളങ്ങോട്ട് തെളിഞ്ഞ ശുദ്ധജലം തീർത്ഥമായിട്ട് മാറുകയാണ്. തീർത്ഥം എന്ന് പറഞ്ഞാൽ തരതീതി തീർത്ഥാണ്, രക്ഷിക്കുന്നത് എന്നാണ്, തരണം ചെയ്യുന്നത്, അക്കരെ എത്തിക്കുന്നത് എന്നൊക്കെ അർത്ഥം. ദുഃഖത്തിൻ്റെ അക്കരെ എത്തിക്കുന്നത്. ഭഗവാന്റെ കഥ കേട്ടാലുള്ള ലാഭമാണത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഭഗവാന്റെ കഥകൾ പറയൂ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു, സംസാരിക്കുന്നു. അവിടെ വെച്ച് ഉദ്ധവർ ഭഗവാൻ ഇവിടം വിട്ട് പോയ കഥ പറഞ്ഞു. അതാർക്കറിയില്ലായിരുന്നു? വിതർക്കാവൊന്നും അറിയില്ലായിരുന്നു. 32 വർഷമായില്ലേ താൻ അവിടെ നിന്ന് പോന്നിട്ട്. ഭഗവാൻ ഇവിടം വിട്ട് പോയിട്ടുണ്ട്. ഭഗവാന്റെ ആ സ്വധാമഗമനം കഴിഞ്ഞു. ഇനി ഭഗവാന്റെ മതിയടിയാണത്, ഞാനിതുമായിട്ട് ബദരിക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വിതുരർ ചോദിച്ചു, തനിക്കെന്താ വലിയ സങ്കടമൊന്നും ഇല്ലാത്തത്? തൻ്റെ മുഖത്ത് വലിയ വാട്ടമൊന്നുമില്ല. ഭഗവാൻ പോയിട്ടും താൻ എങ്ങനെ സന്തോഷിച്ചിരിക്കുന്നു? ഭഗവാൻ എങ്ങോട്ട് പോവാൻ? ഭഗവാൻ എടുത്ത വേഷം അഴിച്ചു വെച്ചു, അത്രയേ ഉള്ളൂ. വരാഹായിട്ട് വന്നില്ലായിരുന്നോ? അഴിച്ചു വെച്ചു. പിന്നെയോ ആമയായിട്ട് വന്നു, എന്നിട്ടോ അത് അഴിച്ചു വെച്ചു. നരസിംഹമായിട്ട് വന്നു, എന്നിട്ടോ അഴിച്ചു വെക്കണം എന്ന് പറഞ്ഞു എല്ലാവരും, അല്ലേ? അഴിച്ചു വെച്ചു. അപ്പോഴൊന്നും ആർക്കൊരു സങ്കടവുമില്ല. കൃഷ്ണൻ അങ്ങോട്ട് പോയപ്പോഴേക്കും
അവല്ലാതെ അതെന്തിനാ അത് അഴിച്ചു വെച്ചു. എടുത്ത അവതാരം ആ വേഷം കെട്ടിയാൽ കുറച്ച് നേരം അധികം എടുത്ത് വയ്ക്കാൻ പറ്റും, ഇത്രയേ ഉള്ളൂ. എന്നാലും അഴിച്ചു വെക്കണം വേണ്ടേ? നാടകത്തിൽ വേഷം കെട്ടി, രാജാവിൻ്റെ വേഷം, കേട്ടോ ഇഷ്ടമായി, അതൊട്ട് വിട്ടു പോയാൽ എനിക്ക് വലിയ ഞാൻ അത് അഴിച്ചു വെക്കില്ല, കിടക്കുമ്പോഴും അത് നടക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ അഴിച്ചു വെച്ചേ പറ്റൂ, അതിൽ നിവൃത്തിയില്ല. അല്ലെങ്കിൽ എടുത്തണിയരുത്, എടുത്തണിഞ്ഞാൽ അഴിച്ചു വെക്കണം. ഭഗവാൻ എടുത്ത വേഷമാണ്, പരബ്രഹ്മം എടുത്ത വേഷമാണ് കൃഷ്ണൻ, അത് അഴിച്ചു വെച്ചു. എന്താ താൻ ഇങ്ങനെയൊക്കെ പറയണത്? ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഉപദേശം തന്നിട്ടുണ്ട് ഭഗവാൻ. ഇതിൻ്റെ മുമ്പ് എനിക്കും വിഷമമുണ്ടായിരുന്നു ഉപദേശം കേൾക്കുന്നതിൻ്റെ മുമ്പ്. പക്ഷെ അവിടെ വെച്ച് ഭാഗവത ധർമ്മം 24 ഗുരുക്കന്മാരുടെ കഥയൊക്കെ ഉണ്ടല്ലോ, ഉദ്ധവോപദേശം, ഉദ്ധവഗീത, ഏകാദശസ്കന്ധം, അതങ്ങോട്ട് കേട്ടപ്പോൾ പിന്നെ എനിക്ക് ഒരു സംശയവും ഇല്ല, ഒരു ദുഃഖവും ഇല്ല. ഇവിടെ മുഴുവൻ നിൽക്കുന്നത് ആരാ? വിശ്വം വിഷ്ണുഹു. ഇത് മുഴുവൻ ആ ഭഗവാനാണ്. ഭഗവാൻ എവിടേക്ക് പോവാൻ, എവിടുന്ന് വരാൻ. അത് കേട്ടപ്പോൾ ചോദിച്ചു, എന്നാൽ പിന്നെ ആ തത്വാർത്ഥമൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരുമോ, എന്നാൽ എനിക്കും ദുഃഖമില്ലാണ്ടിരിക്കാലോ എന്ന് വിതുരർ പറഞ്ഞ സമയത്ത് ഉദ്ധവർ പറഞ്ഞു, എനിക്ക് പറഞ്ഞു തരാൻ വിഷമമൊന്നുമില്ല, പക്ഷെ ഇവിടെ ഓരോരുത്തരാണ് വിധിച്ചത്. ഓരോരുത്തർ പറഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. അതിനാണ് പല ആചാര്യന്മാരെന്തിനാ ഒരാചാര്യം പോലെ, എന്തിനെത്രയൊക്കെ പുരാണം, ഒരു പുരാണം പോലെ അല്ല, എന്തിനെത്രയൊക്കെ അമ്പലങ്ങൾ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയല്ല. ഇതുപോലെ ഇവിടെ കൃഷ്ണനാണ് ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ട ആൾ, പക്ഷേ വിതുരർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ട ആളാരല്ല? കൃഷ്ണൻ്റെ ശൈലി അപ്പം വിതുരർക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. അതാരാണ്? അത് ഭഗവാൻ കണക്കാക്കിയത് മൈത്രേയൻ എന്ന് പറഞ്ഞ മഹർഷിയാണ്. മൈത്രേയർ പരാശരൻ്റെ ശിഷ്യന്. ആരാ പരാശരൻ? വ്യാസരുടെ അച്ഛനാണ് പരാശരൻ. ആ പരാശരൻ്റെ ശിഷ്യനാണ് മൈത്രേയ മഹർഷി. ആ മൈത്രേയ മഹർഷിയാണ് ഭഗവാൻ കണക്കാക്കിയത്. അതെങ്ങനെ ഉദ്ധവർ അറിഞ്ഞു? ഉദ്ധവർക്ക് തത്വം ഉപദേശിച്ചു കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ അവിടെ ഇരിക്കുന്ന മൈത്രേയ മഹർഷി, ഉദ്ധവരെടുത്ത് ആരിയ്ക്കുന്നുണ്ട്? മൈത്രേയ മഹർഷി അവിടെ ഇരിക്കുന്നുണ്ട്. ആ മൈത്രേയ മഹർഷിയോട് ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ പറയും, അതെ മൈത്രേയരെ എഴുതി വെച്ചോളൂ, അപ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ, എൻ്റെ ഭക്തൻ വിതുരൻ വരും. അപ്പം അങ്ങ് നോട്ട് ചെയ്യണം. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട വരുമെങ്കിൽ നോട്ട് ചെയ്യണം. നമുക്ക് അനുഭവിക്കുക വേണ്ട വെച്ചാൽ നോട്ടൊന്നും വേണ്ട, നമ്മളങ്ങനെ ഇരുന്നാൽ മതി. ഇത് പറഞ്ഞു കൊടുക്കണമെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നോട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അങ്ങ് ഇരുന്നിങ്ങനെ കേട്ടാൽ പോരാ, ഇത് പറഞ്ഞു കൊടുക്കണം. വിതുരർ വരും. അപ്പോൾ ഞാൻ ഇവിടെ വിട്ട് പോയിട്ടുണ്ടാവും, വിതുരർ ഇപ്പം അങ്ങോട്ട് എത്തിയിട്ടുമില്ല, അയാൾക്ക് ഇതൊക്കെ അറിയണമെന്ന് മോഹമുണ്ട്, അപ്പോൾ അങ്ങ് വേണം പറഞ്ഞു കൊടുക്കുക എന്ന് ഭഗവാൻ ആരോട് പറഞ്ഞിട്ടുണ്ട്? മൈത്രേയരോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഞാൻ ഇനി പറയണോ? ഭഗവാൻ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, തന്നെ തനിക്ക് എത്തേണ്ട ദിക്കിൽ എത്താൻ വേണ്ടിയിട്ട് മൈത്രേയരെ ഏർപ്പാടാക്കിയ സ്ഥിതിക്ക് ഞാൻ പറയണോ? അതങ്ങോട്ട് കേട്ടതും കണ്ണീര് വരികയാണ് വിതുരർക്ക്. താൻ ഭഗവാനെ പറ്റിയൊന്നും ഓർത്തിട്ടില്ല. പക്ഷേ ഭഗവാൻ അവസാന കാലത്ത് ആരെ ഓർത്തു? തൻ്റെ ഭക്തന് നേരെയാവാനുള്ള വഴി ഉണ്ടാക്കി വെച്ചിട്ടാണ് ആര് പോയത്? ഭഗവാൻ പോയത്. നമ്മളൊക്കെ പറയാം അവസാന കാലം ഭഗവാനെ ഓർക്കണം എന്നാണ്. ആ ഭഗവാൻ അവസാന കാലം ആരെ ഓർത്തു? വിതുരരെ ഓർത്തുമല്ലോ. ഭക്തനെ ഭഗവാൻ മറന്നില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം ആനന്ദ കണ്ണീര്. പിന്നെ ഒട്ടും വൈകിയില്ല, നേരെ എങ്ങോട്ട് ഓടി? വിതുരർ മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് ഓടി. മൈത്രേയ മഹർഷി എവിടെ ഇരിക്കുന്നത്? ദ്വാരിദ്യുനദ്യാം ഋഷഭക്കുരൂണാം. ഇപ്പം പറയണമൊക്കെ തൃതീയ സ്കന്ധ. എന്താ കാരണം വെച്ചാൽ ഇപ്പം അങ്ങോട്ട് പറഞ്ഞാൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ എത്തിയാൽ അത് വീണ്ടും പറയേണ്ടി വരും. ആവർത്തനം കുറയ്ക്കാൻ വേണ്ടി ഈ കൂട്ടത്തിൽ തന്നെ അതും കൂടി പറയുകയാണ്. ദ്വാരിദ്യുനദ്യാം ഋഷഭക്കുരൂണാം മൈത്രേയമാസീനമഗാധബോധം. ദ്വാരി എന്ന് പറഞ്ഞാൽ ഹരിദ്വാർ. ദ്യുനദ്യാം, ദ്യുനദി, ദ്യു എന്ന് പറഞ്ഞ ദേവലോകം എന്നർത്ഥം. അവിടുത്തെ നദിയത ഗംഗ. അപ്പം ഹരിദ്വാറിൽ ഗംഗാതീരത്തിരിക്കുന്ന മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് ആരെത്തി? വിതുരരെത്തി. മൈത്രേയ മഹർഷി എങ്ങനെ ഇരിക്കുന്നത്? മൈത്രേയമാസീനം അഗാധബോധം. ബോധത്തിലിരിക്കുകയാണ്. ഭഗവാനിൽ അങ്ങനെ ചേർന്ന് ധ്യാനിച്ചിരിക്കുന്ന മൈത്രേയരുടെ അടുത്തേക്ക് ആരെത്തി? വിതുരരെത്തി. തൊഴുത് നമസ്കരിച്ചു. എന്താ തൻ്റെ ഭക്തൻ ശിഷ്യൻ ഈ വിതുരൻ എന്താ വരാത്തു എന്ന് ചിന്തിച്ചിരിക്കുകയാണ് മൈത്രേയർ. അപ്പോഴാണ് ആരെത്തുന്നത്? വിതുരരെത്തി. കാൽക്കൽ വീണ് നമസ്കരിച്ചു. ചോദിക്കേണ്ട ചോദ്യം എന്താ ചോദിക്കേണ്ടത്? ആത്മതത്വമാണ് ചോദിക്കേണ്ടത്. ഇവിടെ ചോദിച്ചത് അതല്ല. സുഖായ കർമാണി കരോതി ലോകഃ. നമ്മുടെ ചോദ്യമാണത്. നതൈ സുഖം വാ അന്യതുപാരമം വാ. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ മൈത്രേയരെ, വേറെ ഒന്നും എനിക്ക് ചോദിക്കാനില്ല. നമുക്കൊക്കെ ചോദിക്കാനുള്ള ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ. ഇത് പലതരത്തിൽ ചോദിക്കുകയാണ്. ഈ ചോദ്യം ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. സുഖായ കർമാണി കരോതി ലോകഃ. ലോകഃ സുഖായ കർമാണി കരോതി. ലോകര് മുഴുവൻ സുഖത്തിനായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നു. ആരും ദുഃഖിക്കാൻ വേണ്ടി കർമ്മം ചെയ്യാറില്ല. ഉണ്ടോ? ഒരാളെ കാണിച്ചൊരു ദുഃഖിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുക. ദുഃഖമാണ് ആവണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ദുഃഖിക്കാൻ ചെയ്തു എന്ന് പറയാം. അല്ല, അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? ദുഃഖിക്കണം എന്നാ? അല്ല, സുഖം ആവണം തന്നെയാണ് ഉദ്ദേശം. എന്നാൽ സുഖം ആവണുണ്ടോ ചോദിച്ചാൽ
വല്ലപ്പോഴും ഒക്കെ ആവാറുണ്ടെന്നല്ലാതെ അധികവും ദുഃഖമാണ് കാണുന്നത്. പുഞ്ചിരിച്ചിരിക്കുന്ന സമയം വളരെ കുറച്ച് നേരമേ ഉള്ളൂ. 24 മണിക്കൂറിൽ എത്ര നേരം ചിരിക്കും? ചിരിക്കുമോ? എല്ലാ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചിരിക്കുമോ? ഇപ്പോഴും ഒരു 10 ചാക്ക് സിമെൻറ്റ് ഇങ്ങനെ തലയിൽ വെച്ച പോലെ എത്രയും ചിരിക്കില്ല. കുറഞ്ഞ സമയമേ ചിരിക്കുകയുള്ളൂ. അതിൻ്റെ അർത്ഥം തന്നെ എന്താ? സുഖമല്ല എന്നർത്ഥം. ചോദിച്ചാൽ സുഖമെന്നൊക്കെ ഹൗ ആർ യു, ഐ ആം ഫൈൻ, മനസ്സിലായി? ആ പറച്ചിൽ തന്നെ എന്താ 2 പ്രാവശ്യം ചോദിച്ചാൽ ദേഷ്യം വരും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഉള്ളിൽ പറയണ്ടേ, ഹൃദയത്തെ കൈവച്ച് പറയണം, ഞാൻ തൃപ്തനാണ്, ഞാൻ സുഖമായിട്ടിരിക്കണം, എനിക്കൊരു ഒന്നും ആവശ്യമില്ല. ചിലർ എനിക്കൊന്നും ആവശ്യമില്ല, ഒറ്റ കാര്യം വേണ്ടു. അവിടെ പ്രശ്നം. ആ ഒറ്റക്കാര്യം എല്ലാവർക്കും ഉണ്ട്. അത് മാറിക്കൊണ്ടിരിക്കും. ഇന്ന് പറഞ്ഞ ആ കാര്യമില്ല, കുറച്ച് കഴിഞ്ഞാൽ പറയാം. കുട്ടിക്കാലത്ത് പറയാം കളിപ്പാട്ടം മാത്രം മതി, എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട അച്ഛാ, എനിക്ക് ആ 3 ചക്രമുള്ള സൈക്കിൾ മാത്രം മതി എന്ന് പറയും. അത് കൊടുത്തു നോക്കൂ, പിന്നെ അടുത്ത വരികയായി. അത്രയേ ഉള്ളൂ, അത് തീരുന്നില്ല. കുട്ടിക്കാലത്ത് ആകെ വേണ്ടത് ബിസ്ക്കറ്റ് വേണമെന്നൊക്കെ ഉണ്ടാവുള്ളൂ. വലുതായപ്പോഴോ ഇപ്പോൾ ബിസ്ക്കറ്റ് വന്നാലോ ഇപ്പോൾ സ്വർണ്ണ ബിസ്ക്കറ്റ് വേണമെന്നാണ്. അതത്ര ആ കുട്ടിക്കാലത്ത് സ്വർണ്ണ ബിസ്ക്കറ്റ് കൊടുത്താലോ വലിച്ചെറിയും, കാരണം വേണ്ട. ഇപ്പോഴോ അത് മാറി, ഇത്രയേ ഉള്ളൂ സംഗതി. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും ഉണ്ട്. സുഖമാവണം തന്നെയാണ് ആഗ്രഹം. പക്ഷെ സുഖമാവണില്ല എന്ന് മാത്രമല്ല, സുഖമാവണില്ലെങ്കിൽ പോട്ടേക്കുക. അതുകൊണ്ട് ദുഃഖം അനവധി ഉണ്ടാവുന്നു. എന്താ അപ്പോൾ അതങ്ങനെ, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ള ചോദ്യം, അതിന് ഉത്തരമായിട്ടാണ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആരാ ഭാഗവതം കേൾക്കേണ്ടത് മനസ്സിലായില്ല. ഈ ചോദ്യമുള്ളവരൊക്കെയാണ് ഭാഗവതം അങ്ങനെയാണെന്ന് വെച്ചാൽ മനുഷ്യർ മുഴുവൻ എന്ത് കേൾക്കണം? അത് കേട്ട് കഴിഞ്ഞാൽ ഉത്തരം കിട്ടി. കൃത്യമായിട്ട് ഒരു ചോദ്യത്തിന് അങ്ങനെ ഒറ്റ വാക്കിൽ ഉത്തരം പറയണമെന്നും എല്ലാം പറ്റില്ല. ചില അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കും, പ്രഭാഷണം കേട്ടിരിക്കുന്നില്ല, അവരങ്ങനെ പുറത്ത് നോക്കും. അത്യാവശ്യമായിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അടുത്തൊന്ന് ചോദിക്കും, ഇതിന് ഉത്തരം പറയണം. അവർ 7 ദിവസം കേൾക്കും, ഇത് പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. ചിലതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ചിലത് 7 ദിവസം അങ്ങോട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് സംശയം ഉണ്ടാവില്ല, ഒരു കാര്യം പിന്നെ ചോദിക്കില്ല. കാരണം അങ്ങനെ കിട്ടണം. ഓരോ സമയം നമുക്ക് 10ാം ക്ലാസ്സിലെ പാഠം LKG പഠിപ്പിക്കാൻ പറ്റുമോ? അതില്ല. അതാ കഴിഞ്ഞ് 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം അങ്ങനെ വന്നിട്ട് തന്നെ കേൾക്കണം. അതല്ലാതെ ഒറ്റയടിക്ക് പറ്റില്ല. 7 ദിവസം അങ്ങോട്ട് കേൾക്കുമ്പോൾ, ക്രമത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവോ ഇതൊക്കെയായിരുന്നു സംഗതി, ഞാൻ ചോദിക്കേണ്ട കാര്യം തന്നെ ഇല്ലായിരുന്നു, ഈ ചോദ്യത്തിലൊന്നും അർത്ഥം തന്നെ ഇല്ല എന്ന് ബോധ്യവും. ഇവിടെ ചോദ്യം ഇതാണ്, സുഖായ കർമാണി കരോതി ലോകഃ. ലോകത്തുള്ളവരൊക്കെ സുഖമായിട്ടിരിക്കാൻ കർമ്മം ചെയ്യുന്നു, സുഖമാവണില്ല, ദുഃഖാനവധി ഉണ്ടാവുന്നുണ്ട്. അതിന് കാരണം ചോദിച്ചപ്പോൾ അവിടെ വെച്ച് മൈത്രേയ മഹർഷി ഭാഗവതം ഉപദേശിച്ചു. അതാണ് വിതുര മൈത്രേയ സംവാദത്തിൽ ഭാഗവതത്തിന് പല രീതിയുണ്ട്. ശ്രീശുകർ പരീക്ഷത്തിൽ പറഞ്ഞു കൊടുത്ത രീതിയിൽ, പിന്നെ സംകർഷണമൂർത്തി ഉപദേശിച്ച സനകാദികൾക്ക് ഉപദേശിച്ച രീതി, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊന്ന് വിതുര മൈത്രേയ സംവാദ രൂപത്തിൽ ഭാഗവതം. 4ാം സ്കന്ധം വരെ അങ്ങനെയാണ്. അതിൽ അവസാനത്തിൽ ഈ മൈത്രേയ മഹർഷിയുടെ കയ്യിൽ നിന്ന് ഭാഗവതം കേട്ടു. അതോടുകൂടി ആൾ മാറി. പോയ ആളല്ല പിന്നെ തിരിച്ചു വരുന്നത്. വേഷമൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും, പക്ഷേ ആൾ മാറി. വിതുരർ തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന വിതുരരെയാണ് ഇവിടെ വർണ്ണിച്ചത്. ആ വർണ്ണനൊന്നും നോക്കുക, ഭാര്യൊന്നും നോക്കൂ. നമ്മളൊക്കെ പഠിക്കുന്നവരല്ലേ, വെറുതെ വായിക്കുന്നവരല്ലല്ലോ. വിതുരഃ തീർത്ഥയാത്രായാം മൈത്രേയാത് ആത്മനോഗതിം ജ്ഞാത്വ. മൈത്രേയ മഹർഷിയിൽ നിന്ന് ആത്മഗതി അറിഞ്ഞ്, ആത്മാവിൻ്റെ യാത്ര അല്ലെങ്കിൽ ആത്മഗതി, ആത്മാവ് അല്ലെങ്കിൽ താൻ സമാധാനമായിട്ടിരിക്കാൻ എന്താ വഴിയെന്ന് അറിഞ്ഞ് തിരിച്ചു വന്നു. എവിടെ? ഹസ്തിനാപുരിൽ തിരിച്ചെത്തി. തയാവാപ്ത വിവിത്സിതഃ യാവതകൃതവാൻ പ്രശ്നാൻ. തിരിച്ചു വന്നു. ധർമ്മപുത്രരെ കണ്ടു. തൻ്റെ ചെറിയച്ഛൻ വന്നു. എത്ര വർഷമായി ഇപ്പം പോയിട്ട്? അന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് പോയതാ. എന്തോ തർക്കുത്തരം പറഞ്ഞു ദുര്യോധനൻ. അതിൻ്റെ പേരിൽ അങ്ങോട്ട് എല്ലാം ഉപേക്ഷിച്ചങ്ങോട്ട് പോയാലോ? ഒരു വാക്ക് പറഞ്ഞൂടെ? ഞങ്ങൾക്ക് നോക്കാൻ അച്ഛനല്ലല്ലോ, മരിച്ചുപോയില്ലേ പാണ്ഡവരെ? അച്ഛൻ മരിച്ചുപോയി. ആരുടെ സംരക്ഷണത്തിലാണ് അവർ കഴിഞ്ഞത്? വിതുരർ മാത്രമേ നോക്കാണ്ടായിരുന്നുള്ളൂ. കോഴിക്കുഞ്ഞുങ്ങളെ തള്ളക്കോഴി നോക്കുന്നത് പോലെ ആ കൗരവർ ദ്രോഹിക്കാണ്ടിരിക്കണം എന്ന് കണ്ട് ആ ചെറിയച്ഛൻ ആണ് ആരെ വളർത്തിയത്? ഈ എപ്പോഴും പാണ്ഡവർക്ക് സംരക്ഷണം കൊടുത്തത്. അങ്ങനെയുള്ള അങ്ങ് ഒന്നും പറയാണ്ട് പോയില്ലേ? അങ്ങനെ തീർത്ഥാടനത്തിന് പോയി. ധർമ്മപുത്രർ ചോദിക്കുകയാണ്, ശുദ്ധമല്ലാത്ത ആളുകൾ തീർത്ഥാടനം ചെയ്ത് ശുദ്ധാവാൻ പോവുക വിചാരിക്കുക. അങ്ങനെ ശുദ്ധനാണ്. അങ്ങനെയുള്ള അങ്ങെന്തിനാ ഈ സഞ്ചരിക്കുന്ന തീർത്ഥം? എന്തിനാ വേറെ തീർത്ഥം അന്വേഷിച്ച് നടക്കണു? അങ്ങനെ ഇതിൻ്റെ കാര്യമുണ്ടോ? അവിസ്മരഥനോ യുഷ്മത് പക്ഷഛായാ സമേധിതാൻ വിപദ്ഗണാദ്വിഷാജ്ഞാതേ മോചിത യത് സമാതൃക
കയാവൃത്യാവർത്തിതം പശ്ചരദ്ഭിക്ഷിതി മണ്ഡലം. ഇത്രയും കാലം അങ്ങ് എങ്ങനെ കഴിഞ്ഞു? അങ്ങ് എവിടുന്ന് ഭക്ഷണം കിട്ടി? എവിടെ അങ്ങ് കിടന്നുറങ്ങി? തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനി ഇഹ ഭൂതലേ. ഈ ഭൂമിയിലെ ഏതൊക്കെ ക്ഷേത്രത്തിൽ അങ്ങ് പോയി? ഭവദ്വിധാ ഭാഗവതാഹ തീർത്ഥഭൂതാ സ്വയം വിഭോ. സ്വയം തീർത്ഥമായതാണ് നിങ്ങളൊക്കെ. അങ്ങനെയുള്ള നിങ്ങൾ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന കഥാഭൃത. നിങ്ങളെപ്പോലുള്ളവർ എവിടെ മുങ്ങുന്നോ അത് തീർത്ഥം. ഗംഗ തീർത്ഥമാകാൻ കാരണം എന്താ? വിതുരർ മുങ്ങിയോണ്ടാ. എന്താണ്? അങ്ങനെയാണ്. അവിടെ ഗംഗ തീർത്ഥം എന്നല്ല, ഇങ്ങനെയുള്ള സജ്ജനങ്ങൾ ഇടയ്ക്ക് അവിടെ പോയി മുങ്ങണത് കൊണ്ടാണ് അതിന് ആ ശക്തി ലഭിക്കുന്നത്. അങ്ങ് ഞങ്ങളെ ഓർക്കണില്ലേ? അങ്ങനെ പലതും ചോദിച്ചു. ഒന്നും വിതുരർ മിണ്ടണില്ല. എന്താ മിണ്ടാണ്ടിരിക്കണത്? കാരണം അദ്ദേഹത്തിന് ഈ തൻ്റെ ആളുകൾ എന്നുള്ള ആ വിചാരം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നതിനൊന്നും തിരിച്ചും മറുപടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മപുത്രക്ക് തന്നോടുള്ള ഭ്രമം, ആസക്തി വർദ്ധിക്കും. തനിക്ക് അങ്ങോട്ടുള്ളത് ചിലപ്പോൾ ഉണ്ടായാലോ. അതുകൊണ്ട് ഉത്തരമൊന്നും പറയണില്ല. പലതും ചോദിച്ചു. അതിനൊക്കെ അങ്ങനെ ഒരു കൃത്യമല്ലാത്ത രീതിയിൽ ഉത്തരം പറഞ്ഞു. വിനാ യദുകുലക്ഷയം എല്ലാം പറഞ്ഞു. യദുകുലം ക്ഷയിച്ചു എന്നുള്ള കാര്യം മിണ്ടിയില്ല എന്ന് പറഞ്ഞ അർത്ഥം ഭഗവാൻ ഇവിടെ വിട്ടു പോയി എന്നുള്ള കഥ ആര് പറഞ്ഞില്ല? അത് ധർമ്മപുത്രരോട് വിതുരർ പറഞ്ഞില്ല. എന്താ പറയാണ്ടിരിക്കാൻ കാരണം? അത് പറഞ്ഞാൽ അറ്റാക്ക് വരും. ആർക്ക്? പിന്നെ താൻ കൊണ്ടുപോകണ്ടേ? മെഡിക്കൽ കോളേജിൽ ആര് കൊണ്ടുപോകണം? ഇപ്പം താൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇവർക്കൊരു വിഷമം ഉണ്ടാവണ്ട. ഇതാണ് മര്യാദ. നോക്കണേ, ഒരാൾക്ക് വിഷമം ഉണ്ടാവണ കാര്യമാണ് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? പറയാണ്ടിരിക്കുക. അത് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലേ. അതാണ് ഇവിടെ വിതുരർ കാണിച്ചിരുന്ന പാഠം. പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം. അപ്രിയമാകുന്ന സത്യം ചെയ്യണ്ട, പറയണമെന്നില്ല. അതുകൊണ്ട് കരുതണം. അതങ്ങോട്ട് പറഞ്ഞ് ചിലപ്പം അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നും. വേണ്ട, മെല്ലെ മെല്ലെ അറിയട്ടെ, താനായിട്ട് പറയണില്ല എന്ന് അദ്ദേഹം കണക്കാക്കി. താൻ വന്നതിൻ്റെ ഉദ്ദേശം ഏട്ടനെ നേരെയാക്കുക എന്നുള്ളതാണ്. ഇവരെ നേരെയാക്കാനുള്ളതൊക്കെ ഭഗവാൻ ചെയ്തോളൂ. ഇപ്പം ഭഗവാൻ തന്നെ നിയോഗിച്ചത് ആരെ നേരെയാക്കാനാണ്? ധൃതരാഷ്ട്രരെ നേരെയാക്കാനാണ്. അതിനുവേണ്ടി ആര് പുറപ്പെട്ടു? ഈ ദുര്യോധൻ, ഈ വിതുരർ. അതിനാണ് വന്നത്. തൻ്റെ ഏട്ടൻ്റെ അവസ്ഥ എന്താ നോക്കി. വലിയ കഷ്ടമാണ്. എന്താ അവിടുത്തെ അവസ്ഥ? ആരാ ഭക്ഷണം കൊടുക്കണത്? ഭീമാപവർജിതം പിണ്ടം ആദത്തേ ഗൃഹപാലവത്. ഭീമനാണ് ഭക്ഷണം കൊടുക്കുന്നത്. ആർക്ക്? ധൃതരാഷ്ട്രർക്ക്. അപ്പം കഥയൊക്കെ നമ്മൾ അറിഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവുള്ളൂ. ധൃതരാഷ്ട്ര ശത്രുപക്ഷത്താ. മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞു. മക്കളെ മുഴുവൻ കൊന്നു. ആരെ കൊന്നില്ല? അച്ഛനെ കൊന്നില്ല. ധൃതരാഷ്ട്രൻ്റെ മക്കളെ മുഴുവൻ പാണ്ഡവർ കൊന്നു. എന്നിട്ടോ ആ ധൃതരാഷ്ട്രരെ രാജാവായിരുന്നു അദ്ദേഹം. ഇപ്പോൾ എവിടെയാണ് കഴിയുന്നത്? ഇപ്പം ധർമ്മപുത്രരുടെ രാജാവ് ധൃതരാഷ്ട്ര ആളുടെ ഔദാര്യത്തിൽ കഴിയുകയാണ്. ധൃതരാഷ്ട്രയുടെ ഭാവം എന്താ വെച്ചാൽ കൊന്നാ മതിയായിരുന്നു എന്നാണ്. എന്തിനെ ബാക്കി വെച്ചു? മക്കളെ മുഴുവൻ കൊന്നു തന്നെ ബാക്കി വെച്ച് ഇപ്പം അവർ കൊടുക്കണ എച്ചിൽ കഴിച്ച് കഴിയുകയാണ്. ഭീമാപവർജിതം പിണ്ടം. ഭീമനെ കൊല്ലാൻ നോക്കിയ ആളാണ് ധൃതരാഷ്ട്ര ആലിംഗനൊക്കെ ഉണ്ട് മഹാഭാരതത്തിൽ. തന്നെ കൊല്ലാൻ നോക്കിയ ആ ധൃതരാഷ്ട്രരോടുള്ള ദേഷ്യമാർക്കുണ്ട്? ഭീമനുണ്ട്. ഭീമനെ തന്നെയാണ് ഭക്ഷണം കൊടുക്കാൻ നിയോഗിച്ചത്. അദ്ദേഹം കൊടുക്കുക എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാലോ. അപവർജിതം പിണ്ടം. അവജ്ഞയോടുകൂടി എറിഞ്ഞു കൊടുക്കുന്ന പിണ്ടം. അതാര് വാരി കഴിക്കുകയാണ്? അന്നം എന്നല്ല പറഞ്ഞത്, പിണ്ടം ഒക്കെ ഭാഷയാണത്. ഇത്രയൊക്കെ മോശമായിട്ട് പറയാൻ സംസ്കൃതത്തിൽ പറ്റുള്ളൂ. അത് ആദത്തെ അതങ്ങനെ വാരി കഴിക്കുകയാണ്. ആരെപ്പോലെ? ഗൃഹപാലവത്. ഗൃഹപാലൻ എന്ന് പറഞ്ഞ അർത്ഥം നല്ല പേരാ തോന്നുന്നു. ഗൃഹപാലൻ PK. അങ്ങനെ ഇട്ടൊന്നും വേണ്ട. നായ എന്നാണ് അർത്ഥം. ഗൃഹത്തെ പാലിക്കുന്നവൻ എന്ന് പറഞ്ഞ അർത്ഥം ഗൃഹത്തെ സംരക്ഷിക്കുന്നവൻ, നോക്കുന്നവൻ, നായ എന്നർത്ഥം. ഈ നായയെപ്പോലെ അങ്ങനെ കഴിക്കും. നായയ്ക്ക് അഭിമാനമില്ല. എന്തില്ല? നായയ്ക്ക് അഭിമാനമില്ല. നായ നമ്മൾ ഭക്ഷണം കൊടുത്താൽ അത് വന്ന് കഴിക്കും. നമ്മൾ ആട്ടിയാൽ അത് പോവും. ആട്ടി കഴിഞ്ഞ് പിന്നെയും നമ്മൾ ലേശം ഭക്ഷണം എടുത്ത് വിളിച്ചാൽ ആര് വരും? നായ വരാണ്ടിരിക്കുമോ? 10 മിനിറ്റ് മുന്നേ എന്നെ ആട്ടി പറഞ്ഞയച്ച ആളല്ലേ ഞാൻ, ഇനി ആ പടി ചവിട്ടില്ല. അങ്ങനെയൊന്നും നമുക്കേ ഉള്ളൂ. നായക്ക് അങ്ങനെയല്ല, അഭിമാനമില്ല. ഇതുപോലെയാണ് ഇപ്പോൾ അവരുടെ കഥ. ഇന്നലെ വരെ ശത്രുവായിട്ട് കണ്ട് കൊല്ലാൻ നോക്കിയ ആളാണ് ധൃതരാഷ്ട്രരെ. ഇപ്പം ആ ധൃതരാഷ്ട്രർ ഇവരുടെ ഔദാര്യത്തിൽ ഉടുപ്പില്ലാണ്ട കഴിയുന്നുണ്ടല്ലോ. നാട് വിട്ടു പോയിക്കൂടെ ഇയാൾക്ക്? രാജൻ നിർഗമ്യതാം ശീഘ്രം. ഇതൊരു പറയുകയാണ്, രാജാവേ. ആ വിളി തന്നെ പരിഹാസ. ആരെ വിളിച്ചത്? ഇപ്പം രാജാവ് ധർമ്മപുത്രരാ. എന്നിട്ടിപ്പോൾ വിളിച്ചത് ആരെയാണ്? ധൃതരാഷ്ട്രം വിളിക്കുന്നത് രാജാവേ. ഇപ്പോൾ തലയ്ക്ക് അടി കിട്ടിയ പോലെ. ഞാൻ അന്നേ പറഞ്ഞത് എന്നോട്, എത്ര ഉപദേശിച്ചു.
ഈ രാജ്യം വലിയ കുഴപ്പമില്ലാണ്ട് തനിക്ക് രാജാവായിട്ട് സുഖമായിട്ടിരിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞ ഉപദേശം കേട്ടിരുന്നെങ്കിൽ ഈ മക്കളൊന്നും മരിക്കില്ലായിരുന്നു. അതൊന്നും കേട്ടില്ല. ഇനിയെങ്കിലും ഇനി ഞാൻ പറയാൻ വരണമെന്നില്ല, ഇനിയെങ്കിലും കുറച്ച് സദ്ബുദ്ധി ഉണ്ടെങ്കിൽ രാജൻ നിർഗമ്യതാം ശീഘ്രം പശ്യേതം ഭയമാഗതം. ഭയം എന്താ അറിയാത്തത്? ഇനി ആയുസ് കഴിയാറായിട്ടില്ലേ? എന്നിട്ടെന്താ ശ്രദ്ധിക്കാത്തത്? മക്കളൊക്കെ മരിച്ചു, ധാരാളം സമ്പത്തുണ്ടായി, ഒന്നും ഇപ്പം കാര്യമില്ല, ബുദ്ധിയില്ലേ, അധികാരം ഉണ്ടായി. ഇപ്പം എവിടെ? അധികാരത്തിനോടും സമ്പത്തിനോടും ഒക്കെ മോഹം ഉണ്ടായി. അതൊക്കെ ഇപ്പം ഇല്ലേണ്ടേ ഇല്ലേ? അതിൻ്റെയൊക്കെ നിസ്സാരത ബോധ്യപ്പെട്ടില്ലേ? എന്നിട്ടും എന്താ അങ്ങേക്ക് വിരക്തി വരാത്തത്? സാധാരണക്കാർക്ക് അങ്ങനെയൊക്കെ വന്നാൽ ഒരു വിരക്തി വരും. അസുഖം വന്നാൽ വിരക്തി വരുന്നവരുണ്ട്. 10 ദിവസം ആസ്പത്രി കിടന്നാൽ മനസ്സ് മാറുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ആലോചിക്കൊന്നുമില്ല. ശത്രുവിനെയൊക്കെ വിളിക്കുകയും നമ്പറൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ എടുത്തിട്ട് എന്തൊക്കെ ഉണ്ടോ എനിക്കൊന്ന് കാണാൻ തോന്നുന്നുണ്ട്, തീർന്നു, ഡിസ്ചാർജ് ആയാൽ മാറിയിട്ടു, അയാൾ ഏറെക്കുറെ പോവാറായിച്ചിട്ടാണ് വിളിക്കുന്നത്. വലിയ പോണില്ല, കണ്ട വീണ്ടും. ഇതാണ് ലോകത്തിൻ്റെ ഒരു അവസ്ഥ. മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിന്നു നാം വൃഥ. രാജൻ നിർഗമ്യതാം ശീഘ്രം പശ്യേതം ഭയമാഗതം. ഈ ഭയം എന്താ അങ്ങക്ക് ഉണ്ടാവാത്തത്? ചിലർക്കൊക്കെ പ്രായമായ ഒരു ഭയം ഉണ്ടാവില്ലേ? അങ്ങക്ക് ഇപ്പോഴും ഇത്രയൊക്കെ പ്രായമായിട്ടും അംഗം ഗളിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതി ഗൃഹീത്വാദണ്ഡം തതപി ന മുഞ്ചതി ആശാപിണ്ഡം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ശങ്കരാചാര്യർ നമ്മളെ തലയ്ക്ക് വീടാണ്. അതാണ് ഡം 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 അങ്ങനെ അടിക്കണം. അംഗം ഗളിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതി ഗൃഹീത്വാദണ്ഡം തതപി മുഞ്ചതി ആശാപിണ്ഡം. എന്താ പറയണത്? അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് ഒരു പ്രായമുള്ള ആളെ കാണുകയാണ്. വൃദ്ധോയാതി ഗൃഹീത്വാദണ്ഡം. നടക്കാൻ 2 കാല് ചെയ്യേണ്ടിയുണ്ട്, അപ്പം വടിയും കൂടി വേണം. ശരീരം ചുക്കി ചൊടിഞ്ഞു. അംഗം ഗളിതം പലിതം മുണ്ടം, തലമുടിയൊക്കെ നരച്ചു, കുറേ കൊഴിഞ്ഞു. ദശനവിഹീനം, പല്ലില്ല. നടക്കാൻ 2 കാല് പോരാ, വടിയും വേണം. ഇത്രയൊക്കെ ആയിട്ട് എങ്ങോട്ടാണ് പോണത്? ചോറൂണുണ്ട്, പാരടപ്രഥമുണ്ടെന്നാണ് കേട്ടത്, അതിന് പോവുകയാണ്. തതപി ന മുഞ്ചതി ആശാപിണ്ഡം. അടുത്ത സപ്താഹമുണ്ട്, തോന്നണില്ല. അപ്പോഴും അദ്ദേഹത്തിന് അവിടെ പോയിട്ട് അവിടെ ഭക്ഷണം പോരേ. സപ്താഹത്തിന് സപ്താഹം അത്ര പോരാ എന്ന് പറഞ്ഞ അർത്ഥം ഭക്ഷണം പോരാന്നല്ല, സപ്താഹം പോരാന്നല്ല. ഇതാണ് അവസ്ഥ. ഇത്രയൊക്കെ ചെറുപ്പത്തിൽ പോണത് കുഴപ്പമില്ല. ഇപ്പം വയ്യ, പല്ലൊന്നുമില്ല, എന്നാലും വറുത്തപ്പേര് കഴിക്കണം, നല്ല മോഹ. ഇതാണ് പ്രശ്നേ. ചില ചോദിക്കും എന്തിനാ ഇപ്പം നല്ലോണം കഴിക്കണതൊക്കെ നമ്മളിങ്ങനെ എതിർക്കേണ്ട കാര്യമുണ്ടോ തിരുമേനി? ആണ്, ഉണ്ട്. എന്താ കാരണം? കുറച്ച് കഴിഞ്ഞാൽ പറ്റാണ്ട് ആകുമ്പോണ്ടല്ലോ പ്രാന്താവും. പല പ്രായമുള്ളവരും നമ്മൾ കാണുന്നുണ്ട്. അവരെ കൊണ്ടങ്ങോട്ട് എന്താ പറയുക, ഈ മക്കളെയും വല്ലാണ്ട് കുറ്റം പറയാൻ വയ്യ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രഭാഷണം മുഴുവൻ അമ്മമാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ അറിയുമ്പോഴല്ലേ മനസ്സിലാവണത് ഇത് വല്ലാത്തൊരു പ്രയാസമാണ്. ഇതാണ് പ്രായം കണ്ടാകുമ്പോഴേക്ക് ഇന്ദ്രിയങ്ങൾ അങ്ങോട്ട് ക്ഷീണിക്കുക എന്നാൽ ഒന്നിനോടുള്ള ഭ്രമം തീർന്നിട്ടുമില്ല. എല്ലാ സീരിയലും കാണണം, കണ്ണിന് കാഴ്ചയില്ല, മനസ്സിലാവില്ല. എന്നിട്ട് മരുമകളിത് കേട്ടിട്ട് പറഞ്ഞു കൊടുക്കണം. ഡയലോഗൊന്നും കേൾക്കാൻ എന്താ പറഞ്ഞത് അത് കേട്ടിട്ട് പറഞ്ഞു കൊടുക്കുക. എത്ര കഷ്ടപ്പാടാണത്. എന്നാൽ ഭാഗവതം കേൾക്കണം തോന്നണ്ടേ? എന്ത് ചെയ്യും? അതാണ് ചോദ്യം. പല്ലിന് വയ്യ, അർത്ഥപ്പേരി കഴിക്കണം. എന്നിട്ടത് തട്ടി കൊണ്ടുവന്ന് മുണ്ടിൻ്റെ വടക്കിലിട്ട് കൊണ്ടുവന്ന് ആരും കാണാണ്ട വീട്ടിലെത്തിയത് മിക്സിയിലിട്ട് വെള്ളമൊഴിച്ച് അരച്ചു കുടിക്കുക. ആശാപിണ്ഡം. ആശ ത്യജിക്കാൻ പറ്റണില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ രാജാവ് ആരാ ചോദിച്ചാൽ ഒരാഗ്രഹം ഇല്ലാത്ത ആളാണ് ആര്? അയാളാണ് രാജാവ്. അല്ലാണ്ടിപ്പോൾ എന്താ? ദരിദ്രൻ സന്തുഷ്ടനല്ല വിചാരിക്കരുത്. എന്താണ് നമ്മുടെയൊക്കെ ധാരണ അങ്ങനെയാണ്. ദരിദ്രൻ. എന്നാൽ ആ കുചേലൻ്റെ കഥ ആലോചിക്കുമ്പോഴാണ്. കുചേലനത് ആലോചിച്ചില്ല, നമ്മൾ ഇവിടെ നിന്ന് ആലോചിക്കുകയാണ്. ഒരാളൊരു ജീവൻ മുക്തനോട്, ഒരു മഹർഷിയോട് ചോദിച്ചു, ഞാൻ ദരിദ്രനായ ഒരു ജീവൻ മുക്തനെ കണ്ടാൽ ആദ്യത്തെ ചോദ്യം തനിക്ക് ദാരിദ്ര്യം മാറ്റിക്കൂടെ എന്നായിരിക്കും എന്ന് പറഞ്ഞു. എന്താണ്? ഒരു ജീവൻമുക്തനെ കണ്ടാലേ, ദരിദ്രനായിട്ടുള്ള ജീവൻമുക്തനെ കണ്ടാൽ അല്ലെങ്കിൽ ഇറക്കുകയാണ്. 10 രൂപ തരുവ ചോദിച്ച് നടക്കണ, അല്ലെങ്കിൽ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ഇറക്കണ ഒരാളെ കണ്ടാൽ ഞാൻ ചോദിക്കും, ജീവൻമുക്തനാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ തനിക്ക് ദാരിദ്ര്യം മാറ്റിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുക എന്ന് പറഞ്ഞു. മഹർഷി ജീവൻമുക്തനാണ്. ഈ ചോദ്യം ചോദിക്കുന്ന ഗുരുനാഥൻ അദ്ദേഹം പറഞ്ഞു, എന്നാൽ അയാളുടെ ഉത്തരം എന്താ ഞാൻ പറയട്ടെ. എന്തായിരിക്കും? എന്തിനു മാറ്റണം? എന്താണ്? അത് ദാരിദ്ര്യത്തിന് എന്താ ഒരു കുഴപ്പം എന്താ പറയുന്നതാണ്? എന്താ പ്രശ്നം? അതൊരു സൗകര്യം കൂടിയാണ് അല്ലേ? അധികം ലോകത്ത് അപകടം കാണിക്കുന്നത് ആരാന്ന് നോക്കിയാൽ ദരിദ്രരല്ല.
ആരാണ്? അതാണ് അർത്ഥം. കുറച്ച് കാശ് കയ്യിൽ കിട്ടുമ്പോഴാണ് എന്താവുക, പിന്നെ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. നേരാവണ്ണം നടക്കണില്ലെങ്കിൽ കാശ് കൊടുത്ത് നടത്തും. ധാർമ്മികമായിട്ട് സാധിക്കണില്ലെങ്കിൽ അധാർമികമായിട്ട് ചെയ്യാൻ നോക്കും. നടന്നിട്ടില്ല കണ്ട ദേഷ്യം വരികയായി. ഇങ്ങനെയാണ് ഒരാൾ അധപ്പതിക്കുക. ദാരിദ്ര്യമാണെങ്കിൽ നമുക്ക് ആകൊറ്റ ചിന്തയുണ്ടാവുള്ളൂ. ആണ് ബ്രാഹ്മണരെ പറ്റി പറയാം. ബ്രാഹ്മണോ ഭോജനപ്രിയ. ബ്രാഹ്മണർക്ക് ഒറ്റ കാര്യം വേണ്ടു, എന്ത്? നല്ല. നമുക്ക് മതിയോ? ബ്രാഹ്മണർക്ക് എന്ത് മതി? എവിടുന്ന് എന്താ കിട്ടുക? ചാപ്പാട് കഴിക്കുക മതി എന്ന് പറഞ്ഞ അർത്ഥം. ചാപ്പാട് മോഹം നല്ല അർത്ഥം. അത്രയേ ഉള്ളൂ. ഭാഗവതം വായിക്കുക, എന്താ കിട്ടണമെന്ന് വെച്ചാൽ കഴിച്ച്. അമിതമായിട്ട് ആർത്തില്ല എന്നർത്ഥം. ചില വിചാരം ഒരു നല്ല ചാപ്പാട്, അതല്ല. ഇനി മറ്റൊരർത്ഥം പറഞ്ഞാൽ ബ്രാഹ്മണോ ഭോ ജനപ്രിയ. എന്താണ്? ബ്രാഹ്മണർ ജനപ്രിയന്മാരാണെന്ന് അർത്ഥം. എല്ലാവർക്കും അവരുടെ ഈ സമ്പ്രദായം കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം ആർത്തിയില്ല, ഒന്നിനോടില്ല. ഒന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുക, കിട്ടുന്നത് കൊണ്ട് കഴിഞ്ഞുകൂടുക. യാദൃച്ഛികമായിട്ട് കിട്ടുന്നത് കൊണ്ട് സന്തുഷ്ടിപ്പെടുന്ന ആളുടെ സന്തോഷം ഉണ്ടല്ലോ, അത് ലോകം മുഴുവൻ കിട്ടിയാലും ഉണ്ടാവില്ല. അയാൾ ചക്രവർത്തിയാണ്. അയാളാണ് ചക്രവർത്തി. അയാളുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു സന്തോഷം, അതല്ലേ മുഖ്യം. രാജൻ നിർഗമ്യതാം ശീഘ്രം. അതുകൊണ്ട് മതി, ഇനി ഇവരുടെ ഈ ആട്ടും തുപ്പവും കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കണ്ട, പുറപ്പെടൂ. ഇത്രയൊക്കെ ആയിട്ട് അമ്മയ്ക്ക് എന്താ വിരക്തി വരാത്തത്? അങ്ങൊരു നായെ പോലെ കഴിയുന്നു. ഏട്ടനെ വിളിക്കണെന്ത്? ഓ, അതങ്ങോട്ട് കേട്ടപ്പോഴേക്കും കണ്ണ് തുറന്നു. ഏത് കണ്ണ്? ചിലപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കേണ്ടി വരും. ആദ്യം ഭഗവാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി നോക്കും, എണീക്കണില്ലെന്നൊക്കെ. തീരെ കേൾക്കാണ്ട് വരുമ്പോൾ ചിലപ്പോൾ നല്ലൊരു പ്രഹരം കിട്ടിയെന്ന് വരും എന്ന് പറഞ്ഞാൽ അർത്ഥം ജീവിതത്തിൽ വലിയ ദുഃഖം വരും. നമ്മൾ പെട്ടെന്ന് എണീക്കാൻ പാകത്തിനുള്ള ദുഃഖം. നമ്മൾ അതിന് നിൽക്കണ്ട. തട്ട് കിട്ടുമ്പോഴേക്കും അല്ലേ, അതാണ് അത് പറയാനുള്ളത്. ചെറിയ തട്ട് കിട്ടുമ്പോഴേക്കും ഉണർന്നോളൂ. ഇല്ലെങ്കിൽ ഇനി വലിയ അടി കിട്ടും. അത് ഭഗവാൻ നമ്മളെ ചീത്തയാക്കണ ചേട്ടല്ല, നേരെയാക്കാൻ വേണ്ടി ചെയ്യണം. ഇതങ്ങോട്ട് കേട്ടതും അകക്കണ്ണ് തുറന്നു. നേരെയാവണമെന്ന് മോഹമുണ്ട്, പക്ഷേ എന്നെ നേർവഴി നടത്താൻ ആരാളുള്ളത് എന്ന് ചോദിച്ചതും കയ്യങ്ങോട്ട് പിടിച്ചു. ഞാനുണ്ട്, എന്നാൽ ഞാനും വരാമെന്ന് പറഞ്ഞ അനിയൻ ഉള്ളതുകൊണ്ട്, നല്ലൊരു അനിയൻ ഉള്ളതുകൊണ്ട് അദ്ദേഹം നേരെയായി കൂടെ പോയി. പതിവ്രതയായിട്ടുള്ള ഗാന്ധാരി കൂടെ ചെന്നു. അവർക്ക് മുക്തി ലഭിച്ചു. പിറ്റേന്ന് രാവിലെ തുടർന്ന് നമസ്കരിക്കാനായിട്ട് ധർമ്മപുത്രർ പോയപ്പം ചെറിയച്ഛനി, ഈ വല്യച്ഛനും വല്യമ്മയും കാണില്ല. അയാൾക്ക് രാവിലെ പോയാൽ ആദ്യം, കാരണം അച്ഛനില്ലല്ലോ, അപ്പോൾ വല്യച്ഛനെ നമസ്കരിക്കുക, വല്യമ്മയെ നമസ്കരിക്കും, പിന്നെ തൻ്റെ അമ്മയെ നമസ്കരിക്കും. അങ്ങനെയൊക്കെ ഒരു സമ്പ്രദായമുള്ള ആളാണ് ആര്? ധർമ്മപുത്രർ. അദ്ദേഹം നമസ്കരിക്കാൻ പുറപ്പെട്ടപ്പോൾ ആരെ കാണില്ല. ആ മുറിയിൽ രണ്ടുപേരും ഇല്ല. നോക്കാൻ ഏർപ്പാടാക്കിയത് സഞ്ജയനെയാണ്. സഞ്ജയനോട് ചോദിച്ചു, എവിടെ വല്യച്ഛനും വല്യമ്മയും ചോദിച്ചു. സഞ്ജയൻ പറഞ്ഞു, കണ്ണ് കാണാത്തവരൊക്കെ ഇറങ്ങിപ്പോകും, നമ്മളാരെ വിചാരിക്കുമോ? രണ്ടുപേർ കണ്ണാല്ല, അവർ പിന്നെ എവിടെയും പോകുന്നുണ്ടാവില്ല. അവർ പോയി, എവിടെയാണ് പോയിക്ക് നിശ്ചയില്ല എന്ന് പറഞ്ഞു. കുറേ അന്വേഷിച്ചു, കാണുന്നില്ല, അറിയുന്നില്ല. അതോടുകൂടി ദുഃഖം പിന്നെയും വിഷമിച്ചും കൊണ്ട് കഴിയുക. ധർമ്മപുത്രർ നമ്മളെ സാത്വിക അഹങ്കാരത്തിൻ്റെ ഒരു ചിലരങ്ങനെ ഉണ്ട്. നമ്മൾ നോക്കിയാൽ നമ്മുടെ ബന്ധുക്കളും കൂട്ടുകാരൊക്കെ നോക്കിയാൽ ചിലർ ഈ സാത്വിക അഹങ്കാരം കലശലായിട്ടുള്ളവരുണ്ടാവും. അവർക്കൊക്കെ വിഷമാണ്. ഞാനിങ്ങനെ പ്രഭാഷണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലോ? എന്താണ്? ഇത് ചെയ്യാണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടായാൽ എന്തായാലും പ്രശ്നം. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പ്രഭാഷണം ചെയ്യുക, ബുദ്ധിമുട്ടാച്ചാൽ ബുദ്ധിമുട്ടാവട്ടെ, കുറച്ച് പേർക്ക് സന്തോഷമാവട്ടെ, ആവട്ടെ, അത്രയും വിചാരിക്കുക. അല്ല എല്ലാത്തിനും അങ്ങനെ മറ്റുള്ളവർക്ക് വിഷമമായാലോ ഇങ്ങനെ ചിന്തിക്കരുത്. വല്ലാണ്ട് ധർമ്മപുത്രരുടെ കുഴപ്പതാണ്, അയാൾക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഉണ്ടായില്ല, ദുഃഖം മാത്രമാണ് ഉണ്ടായത്. ഇപ്പോൾ രാജാവായി, എന്നാൽ സന്തോഷിച്ചൂടെ? സന്തോഷമില്ല. എന്താ കാരണം? ഇത്രയും പേരെ കൊന്നിട്ടല്ലേ രാജാവായത്. എന്നാൽ കൊല്ലാണ്ടിരുന്നൂടെ? അതില്ല. ഇങ്ങനെയൊരു സ്വഭാവം. മഹാഭാരത യുദ്ധം കഴിയുന്നത് വരെ അയാൾ ഉറങ്ങിയിട്ടില്ല. എന്താ കാരണം വെച്ചാൽ കർണനെ കൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താണ്? കർണൻ കാരണം ഉറങ്ങിയില്ല. കർണനെ കൊല്ലാൻ പറ്റുമെന്ന് നോക്കാം, നല്ല ശക്തി അയാൾക്ക്. എനിക്ക് തോന്നുന്നില്ല, അർജുനൻ കൂട്ടിയെ കൂടുക അറിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉറങ്ങിയിട്ടില്ല. മഹാഭാരത യുദ്ധം കഴിഞ്ഞു, കർണനെ കൊന്നു, എന്നിട്ട് ഉറങ്ങിയോ? അതേ കാരണം കൊണ്ട് തന്നെ പിന്നെയും ഉറങ്ങിയില്ല. കർണൻ തൻ്റെ ഏട്ടനാണ് പിന്നെ അറിഞ്ഞത്, ഏട്ടനെ കൊന്നുപോയില്ലേ എന്ന്. ഒരേ കാര്യം കൊണ്ട് തന്നെ രാജാവായപ്പോഴും ഉറങ്ങിയില്ല, അതിൻ്റെ മുന്നേ ഉറങ്ങിയിട്ടില്ല. അതാണ് ധർമ്മപുത്രർ. നമുക്കുണ്ടാവും അങ്ങനെയൊക്കെ ഒരു സ്വഭാവം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോലും എന്ത് ചെയ്യുക? കുട്ടികളെ തല്ലിയാലൊന്നും നല്ല വഴി നേരെയാവാൻ വേണ്ടി തല്ലിയാൽ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും തല്ലിപ്പോയില്ലേ, ചീത്ത പറഞ്ഞു പോയി, അതൊന്നും ആവശ്യമില്ല, അതൊക്കെ നേരെയാവുകയുള്ളൂ. അതിലൊക്കെ വേണ്ടാതെ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് സാത്വിക അഹങ്കാരം. ധർമ്മപുത്രർക്ക് അത് കലശല. എന്നാലും ഞാൻ നോക്കാത്തത് കൊണ്ടല്ലേ ഇവർ ഇറങ്ങിപ്പോയത്, ഞാൻ ചെയ്തില്ലല്ലോ, കഷ്ടമായി. മക്കൾ നോക്കിയില്ല, ഇയാൾ നോക്കണ പോലെ മക്കളെന്നെ നോക്കിയില്ല. അത്രയും നന്നായി ആരും നോക്കുന്നുണ്ട്? ധർമ്മപുത്രൻ നോക്കുന്നുണ്ട്. അങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അവസാനം അവിടേക്ക് നാരദ മഹർഷി വന്നിട്ട് പറഞ്ഞു, മാ കഞ്ചന ശുചോ രാജൻ. നമുക്കുള്ള പാടാതൊക്കെ.
ദുഃഖിക്കേണ്ട കാര്യമില്ല, നമ്മളാരും ദുഃഖിക്കേണ്ട കാര്യമില്ല. നടന്ന അർത്ഥം നടക്കേണ്ടതാണ്. എന്താണ്? അത്രയേ ഉള്ളൂ. നടന്ന അർത്ഥം എന്താ വെച്ചാൽ നടക്കേണ്ടതാണ് അർത്ഥം. കാട്ടിലേക്ക് രാമൻ പോകാൻ പുറപ്പെട്ടപ്പോൾ ലക്ഷ്മണൻ പറയാണ്, കൈകേയി ഏട്ടാ അത്ര ദുഷ്ടയെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. രാമൻ പറഞ്ഞു, അങ്ങനെ പറയണ്ട. കാരണം എന്നെ രാജാവാക്കണതിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് എൻ്റെ അമ്മയല്ല, ആരായിരുന്നു? കൈകേയിയാണ്. ആ കൈകേയി ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇത് നടക്കേണ്ടതാണ്. എന്താണ്? കൈകേയിക്ക് കുറ്റമില്ല, നടക്കേണ്ടതാണ്. അതല്ലെങ്കിൽ കൈകേയിക്ക് അങ്ങനെ പറയാൻ തോന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രാരബ്ധത്തിന് വേറുള്ളവരെന്ത് ചെയ്യണ്ട, കുറ്റം പറയണ്ട. നമുക്കത് ആസ്വദിക്കാം. കാട്ടിൽ കഴിയാൻ നല്ല സുഖമല്ലേ, ഉത്തരവാദിത്വമൊന്നും ഇല്ലേനും. ഒരു രാജ്യം ഭരിക്കണം വെച്ചാൽ എത്ര പ്രയാസമുണ്ട്. ഇതവിടെ സീതയായിട്ട് സുഖമായിട്ട് അവിടെ അങ്ങനെ കാട്ടിൽ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. ഇത്രയേ വേണ്ടൂ. നമുക്ക് കിട്ടിയ അവസ്ഥ ആസ്വദിക്കുക എന്നല്ലാതെ ചില അമ്മയെ പറ്റി, ആ അമ്മയെ പറ്റി എന്ത് ചെയ്യണ്ട, കുറ്റമൊന്നും പറയണ്ട. ഇവിടെ ഉപദേശതാണ്, മാ കഞ്ചന ശുചോരാജൻ. നമുക്കൊന്നും നമ്മുടെ കയ്യിലുള്ള ധർമ്മപുത്രരെ താൻ മനസ്സിലാക്കേണ്ട കാര്യം, യത് ഈശ്വര വചം ജഗത്ത്, ഇതൊക്കെ ഈശ്വരൻ്റെ കയ്യിലാണ്. ഭഗവാൻ നമ്മളെ വെച്ച് അങ്ങനെ കളിക്കുന്നു, നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മൾ കളിക്കുന്ന സമയത്ത് കളിപ്പാട്ടങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഉണ്ടോ? കുട്ടികളൊക്കെ ഷീട്ട് കൊട്ടാരൊക്കെ ഉണ്ടാക്കും. വളരെ ഏകാഗ്രമായിട്ടിരുന്ന് അങ്ങനെ കാറ്റടിക്കേണ്ടൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ വെച്ച് കുറേ വലിയ കൊട്ടാരൊക്കെ ഉണ്ടാക്കും. ഊണഴിക്കാൻ വിളിച്ചു നോക്കൂ, ഒറ്റ തട്ടാ. യുക്തി ചോദിച്ചാൽ എന്താകും, 1.5 മണിക്കൂർ എടുത്തില്ലേ ഇങ്ങനെ തട്ടിപ്പോയതെന്താ? രസം, ഉണ്ടാക്കലും രസം, തട്ടലും രസം. ആ ഷീട്ടിന് അല്ലെങ്കിൽ അതിന് കാടിന് സ്വാതന്ത്ര്യമൊന്നുമില്ല, അതൊക്കെ അവരെ കയ്യിലാണ്. ഇതുപോലെ നമുക്കൊരു സ്വാതന്ത്ര്യമില്ല. യഥാ ക്രീഡോപസ്കരാണാം, നമ്മളൊക്കെ കളിപ്പാട്ടങ്ങൾ പോലെയാണ് ഭഗവാന്റെ കയ്യിലെ. നമ്മളെന്താ വിചാരിക്കണ്ടു? ആ ഭഗവാന്റെ സങ്കല്പം നടക്കട്ടെ എന്നേ വിചാരിക്കണ്ടു. അത് നടന്നു. ഇനി അങ്ങ് വല്ലാണ്ട് വിഷമിക്കാൻ ഞാൻ കാര്യം പറയാം. ശരിക്കത് പറയരുതായിരുന്നു, പറയാം. അവർ എത്തേണ്ട ദിക്കിൽ എത്തിയിട്ടുണ്ട്, ജീവമുക്തരായിട്ടുണ്ട്, മോക്ഷമാണ് ലഭിച്ചത്. പോരെ ആവൂ. ഇയാളുടെ വിഷമമല്ല കുറുക്കനും കടിച്ചുവോ ചെന്നായ പിടിച്ചോ നോക്കിയാണ്. അതൊന്നും എല്ലാം മനസ്സിലായപ്പോൾ തന്നെ ആശ്വാസമായി. ശരി, അതോടുകൂടി പ്രശ്നം തീർന്നു? ഇല്ല. അടുത്ത ദുഃഖം. എന്താ ദുഃഖം? അർജുനൻ പോയിട്ട് കുറച്ച് ദിവസമായില്ലേ, എന്താ തിരിച്ചു വരാത്തു? സംപ്രസ്ഥിതേ ദ്വാരകായാം ജിഷ്ണൗ ബന്ധുദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം. അർജുനൻ പോയിട്ട് ഇപ്പം കുറച്ച് ദിവസമായി. ഇതാണ് ധർമ്മപുത്രരുടെ പ്രശ്നം. ഒന്ന് കഴിഞ്ഞു, വല്യച്ഛനും വല്യമ്മയും നേരെ എന്ന് കേട്ടപ്പം സന്തോഷാവല്ലേ വേണ്ടത്. അതായി അടുത്ത നിമിഷം തന്നെ അല്ല അർജുനൻ്റെ കാര്യമാണ്. ചിലരങ്ങനെ ഉണ്ട്, എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കും. ഇനി കാരണമൊന്നുമില്ലെങ്കിൽ എന്തോ ഒരു ദുഃഖം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു, എന്തോ ഒരു സംഗതി ഉണ്ടായിരുന്നു, ഇന്നലെയൊക്കെ ഞാൻ ദുഃഖിച്ചൊരു വിഷയം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അതങ്ങനെ കണ്ടെത്തി ഇനി അത് വിസ്തരിക്കും. രാഗമാലിക, പല്ലവി, അതിങ്ങനെ അങ്ങനെ വീണ്ടും വീണ്ടും അതങ്ങനെ അതിൽ തന്നെ അങ്ങനെ അത് അപ്പോൾ അധികമാവും. നമ്മളതങ്ങോട്ട് വിട്ടാൽ അപ്പോൾ ഓട്ടെ, അത് വരുമ്പം വന്നോട്ടെ. നമ്മളതിൻ്റെ പിന്നാലെ പോയിട്ട് ദുഃഖിക്കാൻ എന്തോ ഉണ്ടായിരുന്നു പറഞ്ഞ് ദുഃഖിക്കേണ്ട കാര്യമില്ല. ചിലരങ്ങനെ ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ടെങ്കിലും ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുമ്പോഴും പഴയത് ഓർത്ത് ദുഃഖിക്കുന്നവരുണ്ട്. പ്രായമുള്ള പലരും അങ്ങനെ ഉണ്ട്. ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുക, എന്നാലും കോളേജിൽ പോകാൻ തിരുമേനി ചെരുപ്പില്ലായിരുന്നു. ഇതിപ്പോൾ എത്ര ചെരുപ്പ് ഇപ്പം ഉണ്ട്, ഒരു പ്രശ്നവും പോലെ. എന്നാലും പണ്ടത്തെ ഇങ്ങനെ അന്ന് ദാരിദ്ര്യമായിരുന്നു, അത് വിടൂ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇപ്പം സന്തോഷമായിട്ടിരിക്കണല്ലേ, അത് ഓർമ്മയല്ലേ, അതല്ല ഞാൻ, അത് വിട്ടേക്കൂ, ഇപ്പം സമാധാനം മറക്കണം, അതൊക്കെ കണ്ട് ഒഴിവാക്കണം. അതൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ച് ഇപ്പോഴും ഊണ് കഴിക്കില്ല, അന്ന് ദാരിദ്ര്യമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു, ഇപ്പോഴും കഴിക്കണില്ല. ഇതാണ് ധർമ്മപുത്രർ. എപ്പോഴും വിഷമിക്കാനായിട്ട് എങ്ങനെ ഒരുങ്ങി നിൽക്കുക. നമ്മൾ തിരിച്ചാ വേണ്ടത്. എന്ത് വന്നാലും ഞാൻ വിഷമിക്കില്ല. അങ്ങനെയുള്ള ആളെയാണ് ആർക്കിഷ്ടം? ഭഗവാൻ അതാ ഇഷ്ടമല്ല. അവിടെ ഇങ്ങനെ കറിയണ ആളെ നമുക്ക് ഇഷ്ടമാവും. നമ്മൾ വിഷമിച്ച് ഇങ്ങനെ കറിയുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ കറിയുക, അപ്പോൾ ഒന്നവിടെ കൊടുക്കാനാണ് തോന്നുന്നത്. അയാൾ വന്നെന്ത് പറയണം, സാരല്യയുടെ ഒക്കെ പ്രശ്നം എന്താ, കറിയാത്ത ആളെ നമ്മൾ ആഗ്രഹിക്കുക. അയാളുടെ അടുത്ത് വന്ന് അയാളായി നമ്മളെക്കാൾ നല്ലോണം കറിയുക, അത് കാര്യമില്ല. നമുക്ക് ആശ്രയിക്കണം നമ്മളെക്കാൾ ബലമുള്ള ആളാണെന്ന് ബോധ്യമാവണം. അതാ വേണ്ടത്. ഇവിടെ വീണ്ടും കരയാൻ തുടങ്ങി ധർമ്മപുത്രർ. എന്താ അർജുനൻ തിരിച്ചു വരാത്തത് എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ആര് വരുന്നുണ്ട്? അർജുനൻ വരികയാണ്. ഗതാ സപ്താധുനാമാസ ഭീമസേന, ഭീമനെ വിളിക്കുകയാണ്. ഭീമസേന ഗതാ സപ്താധുനാമാസ, 7 മാസം കഴിഞ്ഞു അർജുനൻ പോയിട്ട് തിരിച്ചു വരണമെന്നും കാണുന്നില്ല. നായാതി കസ്യവാഹേതോഹോ, എന്താ അവൻ തിരിച്ചു വരാത്തത്? എന്തെങ്കിലും അപകടം സംഭവിച്ചുവോ? ഇനി നാരദർ പറഞ്ഞ ആ കാലം എത്തിയോ? ഏത് കാലം? കൃഷ്ണൻ ഇവിടം വിട്ട് പോകേണ്ട സമയമായിരുന്നു സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കാലം വന്നു. ആ ചിന്ത വരുമ്പോഴേക്ക് അദ്ദേഹം മാറ്റും. ഇല്ല, അത്രയൊന്നും ആയിട്ടുണ്ടാവില്ല. ഇവിടെ അർജുനനാകെ സങ്കടപ്പെട്ടുകൊണ്ട് വരികയാണ്.
ദൂരത്തായിട്ട് അർജുനെ കണ്ടു, ആളെ മനസ്സിലായില്ല, ഏതോ ഭിക്ഷക്കാരൻ വരിക വിചാരിച്ചു. ഭീമസേന എന്തെങ്കിലും കൊടുക്കുക അയാൾക്ക് പറഞ്ഞു. അടുത്ത് വന്ന് അർജുനൻ പറഞ്ഞു, മനസ്സിലായില്ലേ, നോക്കൂ. അല്ല അർജുന, നീയായിരുന്നു. ആകെ മുഖമൊക്കെ ചുളിഞ്ഞു പോയി, തലമുടിയൊക്കെ നരച്ചുപോയി, ആകെ ക്ഷീണമായി, നീ എന്തായി വലിച്ചു കൊണ്ടുവരുന്നത്? ഗാന്ധീവ വില്ലപ്പോൾ എടുക്കാൻ പറ്റാണ്ട് വയ്യ. എന്നിട്ടത് ഇങ്ങനെയൊക്കെ എടുത്ത് എറിഞ്ഞിട്ടൊക്കെ വരുന്ന അർജുനൻ ഇപ്പം വെയിറ്റ് താങ്ങാൻ വയ്യ, വലിച്ചു കൊണ്ടുവരികയാണ്. അപ്പോഴാണ് ചോദിക്കുന്നത്, എന്ത് പറ്റി, എന്താ നിൻ്റെ വിഷമത്തിന് കാരണം, എന്താ കാരണം? അതിഥികൾ വന്നിട്ട് നീ അവരെ സൽക്കരിക്കാണ്ട പോയോ? എന്താ ചോദ്യം? നീ അറിയാണ്ട കളവ് പറഞ്ഞു പോയോ? തരാമെന്ന് പറഞ്ഞൊരു സംഗതി കൊടുക്കാണ്ടിരുന്നോ? എന്താണ് അതൊക്കെ? ചോദ്യമൊക്കെ പ്രസക്തമാണ്. എന്താ കാരണം വെച്ചാൽ അതുകൊണ്ടൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത് ദുഃഖിക്കാന്ന് അർത്ഥം. എന്നുവെച്ചാൽ തിരിച്ചാൽ ചോദിക്കുക, ആരെങ്കിലും വന്നിട്ടൊക്കെ കഴിച്ചു പോയോ? നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാമൊന്നും ഇല്ല അല്ലേ? അതല്ലേ ചോദിക്കുക. അതാണ് വ്യത്യാസം, കാലത്തിൻ്റെ വ്യത്യാസമാണ്. നീ എന്താ അങ്ങനെ ദുഃഖിച്ച് കാണുന്നത്? എന്താ പ്രശ്നം? എന്താ നിൻ്റെ വിഷമത്തിന് കാരണം? ഒക്കെ ചോദിച്ചു, ഒരു കാര്യം മാത്രം ചോദിച്ചില്ല. വസുദേവർക്ക് സുഖല്ലേ? ദേവകിക്ക് സുഖല്ലേ? പിന്നെ നേരെ ആരത്തേക്ക് പോകണം? കൃഷ്ണനിലേക്ക് പോയില്ല. കൃഷ്ണൻ്റെ പത്നിമാർക്ക് സുഖമല്ലേ? കാരണം അറിയാം, എന്ത് സംഗതി മനസ്സിലായിട്ടുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഭഗവാൻ പോകും. പക്ഷെ അത് പറയാനും അറിയാനുമുള്ള മടി, ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള പ്രയാസം. അനിരുദ്ധന് സുഖമല്ലേ? പ്രദ്യുമ്നന് സുഖമല്ലേ? ഭഗവാന് സുഖമല്ലേ? ചോദിച്ചിട്ടില്ല. അതിന് തന്നെ എന്ത് മനസ്സിലാക്കാം? കാര്യം മനസ്സിലായിട്ടുണ്ട്. അവസാനം ഭഗവാന്റെ കാര്യം കണ്ട് പറയുമ്പോഴാണ് അർജുനൻ പറയണത്, കഴിഞ്ഞു. കൃഷ്ണദ്യുമണി നിംളോചയേ എന്നാണ്. ഭഗവാനാകുന്ന സൂര്യൻ അസ്തമിച്ചു. വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ യേന മേ അപഹൃതം തേജ ദേവവിസ്മാപനം മഹത്. വഞ്ചിതോഹം നമ്മുടെ ഭാഷയാണത്. സാധാരണ മനുഷ്യരിങ്ങനെയാണ് പറയുക. ഭഗവാനെ പറ്റി ഇപ്പോൾ അർജുനൻ പറഞ്ഞത് എന്താണെന്നറിയോ? കൃഷ്ണൻ നമ്മളെ വഞ്ചിച്ചു കേട്ടാ. എന്താണ് കൃഷ്ണൻ വഞ്ചിക്കും തോന്നുന്നുണ്ടോ? പക്ഷെ പറഞ്ഞ ഭാഷ നോക്കൂ. നമ്മളങ്ങനെയല്ലേ പറയാം, ഭഗവാൻ പറ്റും, ഗുരുവായൂരപ്പൻ ഇങ്ങനെ ചെയ്യും. ഞാൻ വിചാരിച്ചു കേട്ടോ, അങ്ങനെ പറ്റിച്ചു. ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു, നാളെ പോവാം, സത്സംഗത്തിന് നാളെ പങ്കെടുക്കാം, ഇങ്ങനെ കൃത്യസമയത്ത്. എൻ്റെ ഭഗവാനെ കുറ്റം പറയും, അങ്ങനെ പറയരുത്. വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ. ആ ഹരി ഭഗവാൻ നമ്മുടെ ബന്ധുവായിട്ട് വന്ന് പറ്റിക്കേണ്ടായത് അല്ല, നമ്മുടെ അജ്ഞാനം കൊണ്ട് നമുക്കങ്ങനെ പറ്റിപ്പോയതാണ്. ഭഗവാൻ ആരെയും പറ്റിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഭഗവാനെ ഭഗവാനായിട്ട് കണ്ടില്ല. അതാണ് പാണ്ഡവർക്ക് പറ്റിയ വിഷമം. അതുകൊണ്ടാണ് അവർ ദുഃഖിക്കുന്നത്. അങ്ങനെ കണ്ടവർക്കും ദുഃഖം ഉണ്ടായിട്ടില്ല. ഭീഷ്മർ ഭഗവാനായിട്ട് കണ്ടു, ശരശയ്യെ കിടക്കുമ്പോഴും അദ്ദേഹത്തിന് എന്തില്ല? ദുഃഖമുണ്ടോ? ഒരു ദുഃഖമില്ല. അദ്ദേഹത്തിന് മരിക്കുമ്പോഴും ഭഗവാനെ നോക്കി പുഞ്ചിരിച്ച് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചും കൊണ്ട് അങ്ങോട്ട് മരിക്കുകയുണ്ടായത്. ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം പറയും ചെയ്തു, എനിക്ക് വിധൂതഭേദമോഹ, എനിക്കൊന്നിനോടും ഭ്രമമില്ല. അങ്ങനെ കണ്ണടച്ചു. ഇവിടെ അർജുനൻ്റെ കഥ നോക്കൂ. ഏനമേ അപഹൃതം തേജ, എൻ്റെ ദേവന്മാർ പോലും വിസ്മയിച്ച ആ തേജസ് പോയി. ദേവവിസ്മാപനം മഹത്. ഇപ്പം എന്നെ കാണുമ്പം ദേവന്മാരൊന്നും എണീക്കണില്ല. അപ്പോൾ അദ്ദേഹം അതിൽ ഭ്രമിക്കുന്ന ആളാണ്. എന്നെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ എണീക്കുക, സന്തോഷം. അങ്ങനെ കാണുമ്പോൾ ഒരു ഒന്നുമില്ല, ഒരു എണീക്കുന്നത് സ്നേഹം കൊണ്ടും ബഹുമാനമൊന്നും ആവില്ല. എന്നാലും ഒരു മാഷന്മാർക്കും ഉണ്ടാവില്ലേ കുട്ടികൾ അങ്ങനെ വരുമ്പോൾ എണീക്കുമ്പോൾ ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറഞ്ഞ് ഒരുത്തൻ എണീക്കാണ്ടെന്ന് അങ്ങനെ നോക്കും. അപ്പോൾ അയാൾ വേണ്ടേന്ന് കരുതിയിട്ട് ഇങ്ങനെ സന്തോഷം, അയാൾ എണീപ്പിച്ചപ്പോൾ ഒരു അത്രയേ ഉള്ളൂ. അത് സ്നേഹം കൊണ്ടൊന്നുമല്ല, ബഹുമാനം കൊണ്ടുമല്ല, ഉള്ളിലെന്തൊക്കെയോ പറയണമുണ്ട്. ഇതുപോലെ ദേവന്മാരൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. ഈ അവർ എണീറ്റില്ലെങ്കിൽ ഇപ്പം എന്താ? ഇതൊക്കെയാണ് ഭ്രമം കൊണ്ടാണ്, അഭിമാനം കൊണ്ടാണ് ദുഃഖം എന്ന് കാണിക്കാനാണ് ഈ പറഞ്ഞത്. കൃഷ്ണനാണെച്ചാൽ അങ്ങനെയൊന്നും കേട്ടു. കൃഷ്ണൻ വരുമ്പോൾ എണീറ്റില്ലെങ്കിൽ കൃഷ്ണന് ഒന്നും വിഷയമല്ല. ദുര്യോധനൻ ചട്ടം കെട്ടി ഭഗവാൻ ദൂതന് വരുമ്പോഴേ കൃഷ്ണൻ വരും, ആരും എണീക്കരുത്, എണീക്കില്ലല്ലോ സത്യം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും സത്യം ചെയ്തു. കൃഷ്ണൻ വന്നപ്പോൾ ദുര്യോധനൻ അങ്ങോട്ട് എണീറ്റു. അപ്പോൾ അവരിങ്ങനെ നോക്കും, ഇയാളല്ലത് എണീക്കേണ്ട വല്ലാത്ത. അയാൾ ആദ്യം എണീറ്റു, കാരണം പറ്റണില്ല. അതാണ് ചിലരങ്ങോട്ട് അടുത്തെത്തുമ്പോണ്ടല്ലോ വേണ്ട വിചാരിച്ചാലും സാധിക്കുക. പ്രഭാവം കൊണ്ട് അങ്ങോട്ട് നമസ്കരിച്ച് പോവുകയാണ്. അതാണ് ഭഗവാന്റെ രീതി. വഞ്ചിതോഹം മഹാരാജ ഹരിണ ബന്ധുരൂപിണ. ഇത്രയും കാലം ഞാൻ കരുതി എൻ്റെ തേജസ്സാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതല്ല. ഉണ്ടായ കേമത്തൊക്കെ എൻ്റെ അല്ല, അത് ഭഗവാന്റെ ഔദാര്യമായിരുന്നു. പക്ഷെ അത് അറിഞ്ഞില്ല. അത് അറിഞ്ഞിരുന്നെങ്കിൽ സുഖമായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് അറിഞ്ഞില്ല. അതിപ്പോഴാണ് മനസ്സിലായത്. അർജുനൻ അങ്ങോട്ട് വരുമ്പോഴേക്കും എല്ലാവരും ഇതിലേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പോൾ അർജുനൻ കരുതി അർജുനോടല്ല, കൃഷ്ണൻ്റെ കൂടെ.
അത് ഇയാൾ ശ്രദ്ധിക്കണമില്ല. കൃഷ്ണനോടാണ് എല്ലാവരും വരൂ ഇരിക്കൂ എന്നൊക്കെ പറയണതും തൊഴുന്നതും നമസ്കരിക്കണതൊക്കെ കൃഷ്ണനെയാണ്. നമ്മൾ തടമ്പെടുത്ത് ആനപ്പുറത്ത് കയറിയാൽ ഭക്തന്മാരൊക്കെ തൊഴും. അപ്പോൾ തിരുമേനി മുടി നേരെയാക്കുക. തിരുമേനിയെ തൊഴിലല്ല, അത് തോന്നണില്ല. അങ്ങനെ തൊഴുമ്പോൾ തോന്നുന്നു തൻ്റെ ഈ തടമ്പ് ഗുരുവായൂരപ്പൻ മടിയിൽ വെക്കുന്നതുകൊണ്ടാണ്. ഗുരുവായൂരപ്പനെ മാറ്റി ഒന്ന് നോക്കൂ, ആരും മേപ്പോട്ട് നോക്കും, അയാൾ നോക്കൊന്നുമില്ല. പക്ഷെ വിചാരിക്കുകയാണ് അങ്ങനെ ഒരു കുഴപ്പം ഭാഗവതം വായിക്കുമ്പോഴും ഉണ്ടാവും. ശ്രദ്ധിക്കണേ, നമ്മളോടൊക്കെ ഗുരുനാഥൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇതിങ്ങനെ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പത്തിലൊക്കെ വായിക്കുമ്പോഴേ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ചിലരൊക്കെ വന്ന് തിരുമേനിയാണ് തിരുമേൻ്റെ അത്ര കേമല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമസ്കരിക്കുകയും ചെയ്യും. നമുക്ക് തിരക്കടില്ല, കഴിഞ്ഞു. ഈ പുസ്തകം ഒന്ന് മാറ്റി വെച്ചാൽ ഒറ്റ മനുഷ്യന് വേണ്ട. അപ്പോൾ തൊഴുന്നത് ആരെയാ? അതാ ഗ്രന്ഥത്തെയാണ്, ഭഗവാനെയാണെന്ന് മറന്നാൽ പിന്നെ അധപ്പതനാണ്. എത്ര വലിയ ആളായിട്ടും കാര്യമില്ല. അതുകൊണ്ട് അതിനെയാണെന്ന് അറിയണം. അർജുനബദ്ധം പറ്റി തന്നെയാ വിചാരിച്ചു. ഭഗവാൻ അങ്ങോട്ട് മാറിയപ്പോഴോ തടമ്പം അങ്ങോട്ട് മാറ്റിയപ്പോഴേക്കും ഒന്നുമില്ല. ഏതുപോലെയായി ഭസ്മൻ ഹുതം. ഭസ്മത്തിൽ ഹോമിച്ചാൽ ഫലമുണ്ടോ? അത് വെണ്ണീര് കിടക്കും, ദഹിക്കില്ല. ഇതുപോലെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയ എന്താ അവസ്ഥ? ഒക്കെ ഉണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ഒക്കെ ഉണ്ട്, കാര്യമില്ല, ഉണ്ടായിട്ട് കാര്യം. ഇതേപോലെ അർജുനൻ ഉണ്ട് തന്നെയുള്ളൂ. അതേ രഥം, അതേ ആവനാഴി, അമ്പ് ഒക്കെയാണ്, പക്ഷേ ഒന്നും പറ്റുന്നില്ല. തദ്വൈ ധനുഭൂത ഇഷവഹ. അതേ ധനുസ്, അതേ വില്ല്, അതേ അമ്പ്, അതേ ആവനാഴി, അതേ രഥം, അതേ കുതിരകൾ, അതേ അർജുനൻ. പക്ഷേ ഭഗവാൻ പോയതോടുകൂടി ഒന്നിനും കൊള്ളാതെയായി. എനിക്കുള്ള വിഷമം എന്താ വെച്ചാൽ ഭഗവാൻ ഇരിക്കെ ഭഗവാനെ വേണ്ടതുപോലെ വന്ദിച്ചില്ലേ. ഒരു 12 നമസ്കാരം ദിവസവും ആവായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കൃഷ്ണായ നമ എന്നൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് പറയായിരുന്നു. ഒന്ന് കൃഷ്ണൻ്റെ കൈയൊന്ന് ചേർത്ത് പിടിച്ചിട്ട് കൃഷ്ണ എനിക്ക് തന്നെ നല്ല ബഹുമാനാട്ടോ എന്നൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇടോ എന്നൊക്കെ വിളിക്കുകയും ചെയ്യും. ആളടേന്നൊക്കെ ഒന്ന് പരിഹസിക്കും, ഒന്ന് കളിയാക്കും. കുതിരയ്ക്ക് നിറമ്പ് വരാം, ഒന്ന് കഴുകി വൃത്തിയാക്കണേ, നാളെ എടുക്കാനുള്ളതാ വണ്ടി. ആരോടാ പറയണത്? കൃഷ്ണൻ ലക്ഷക്കണക്കിന് തേരാളികൾ തൻ്റെ വീട്ടിലുണ്ടായിട്ടും അവരെ പറഞ്ഞയക്കാണ്ട് ദ്വാരകയിലെ രാജാവ് അർജുനൻ്റെ തേരോടിക്കാൻ വന്നതാണ്. അത് കൃഷ്ണൻ്റെ ഔദാര്യം, കൃപ ആണ്. അത് ചൂഷണം ചെയ്യണം ആര്? അർജുനൻ. അർജുനൻ പറയാം കുതിരയുടെ വെളുപ്പൊക്കെ പോയി. ഒന്ന് ഡ്രൈവറുടെ പണിയാണ് അത് വണ്ടി വൃത്തിയാക്കേണ്ടതേ. എന്നാൽ കൃഷ്ണൻ കേൾക്കാണ്ടിരിക്കുമോ? നമ്മളാച്ചാൽ പറയും എൻ്റെ ശമ്പളം എത്ര തനിക്കറിയോ ചോദിക്കില്ലേ? ഒന്നുമില്ല, എന്തോ ലേശം ഇതേ ഉള്ളൂ. എന്നാലും കൃഷ്ണൻ ചോദിച്ചു ഞാൻ ആരാ തനിക്കറിയോ ചോദിച്ചിട്ടേ ഇല്ല. അർജുനൻ കാല് പിടിച്ച് പറഞ്ഞപ്പോൾ വിശ്വരൂപം ഒന്ന് കാണിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. ഭഗവാൻ എവിടെയും തൻ്റെ ആ കാര്യം ഒന്നും പറയേണ്ടല്ല. അപ്പോഴും ഭഗവാൻ നേരെ കുതിരയ്ക്ക് പോരല്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, സോറി, ക്ഷമിക്കണേ, ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ കുതിരയെ കുളിപ്പിക്കാൻ പോവുകയാണ്. ഒരു പ്രശ്നവുമില്ല. അതാണ് ഭഗവാന്റെ അഭിനയം. എന്നാൽ ഭഗവാൻ തന്നോട് മോശമായിട്ടെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? ഇല്ല. നർമാണ്യുതാര രുചിരസ്മിത ശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന. എന്നെ വിളിക്കാറ് എങ്ങനെയാ അറിയോ? ഹേ പാർത്ഥ, ഹേ എന്ന് ചേർത്തിട്ട് വിളിക്കുക. അല്ലയോ അർജുന, ഹേ അർജുന, അല്ലയോ അർജുന, സഖേ പ്രിയപ്പെട്ട കൂട്ടുകാരാ, കുരുനന്ദനേതി, കുരുനന്ദന എന്നൊക്കെ ഇത്രയ്ക്കും ബഹുമാനത്തോടു കൂടി മാത്രമേ എന്നോട് ഭഗവാൻ സംസാരിക്കാറുള്ളൂ. ഇപ്പം എന്താ അവസ്ഥ വെച്ചാൽ ആ ഭഗവാന്റെ ശബ്ദം ഇങ്ങനെ ചെവിയിൽ മുഴങ്ങാണ്. സ്മർത്തുർലുഠന്തി ഹൃദയം മമ മാധവസ്യ. എൻ്റെ മാധവൻ്റെ ശബ്ദം അങ്ങനെ ഉള്ളിൽ കേൾക്കുകയാണ്. നമ്മൾ വേണ്ടത്ര ബഹുമാനിച്ചില്ലേ ഏട്ടാ ആ ഭഗവാനെ. ഈ വിഷമം നമുക്ക് ഉണ്ടാവാണ്ടിരിക്കാനാണ് നമ്മൾ സത്സംഗത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ വെച്ചാൽ നമുക്ക് അവസാനം അങ്ങനെ കിടക്കേണ്ടി വന്നാൽ വരില്ല കേട്ടോ, പേടിക്കണ്ട. ഇനി അഥവാ അങ്ങനെ കിടക്കാൻ നമുക്ക് തോന്നുന്നത് ഞാൻ ആ സത്സംഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഭാഗവതം ഞാൻ കുറേശ്ശൊക്കെ അവിടെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടാണെങ്കിലും ഞാൻ പോയിരുന്നല്ലോ, ഉറക്കേണ്ടതൊക്കെ ഭഗവാന്റെ കാര്യമാണ്. അപ്പം എന്നാൽ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവിടെ പോയിരുന്നിട്ടുണ്ട് എന്നൊരു തൃപ്തി ഉണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് ഈ വിഷമം ഉണ്ടാവും. എത്രയോ സന്ദർഭവും സാഹചര്യം ഭഗവാൻ ഒരുക്കിയിരുന്നു, ഒന്നും ചെയ്യാതെ പല വഴിക്കും സഞ്ചരിച്ചു, കഷ്ടമായിപ്പോയി എന്നുള്ള വിഷമം അവസാന കാലത്ത് വരാണ്ടിരിക്കാൻ സത്സംഗത്തിൽ പങ്കെടുക്കണം എന്നുള്ള ലേശം ഭഗവാനെ ഭജിക്കണം. കുറച്ചെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരുന്നതാണ്. അർജുനൻ ആ വിഷമാണ്. കുറച്ച് നേരം പൊട്ടിക്കരഞ്ഞു പാണ്ഡവരൊക്കെ. അപ്പോൾ നമുക്ക് സംശയം തോന്നും, ഇങ്ങനെയൊക്കെ ഗീത കേട്ട അർജുനാ കരയണത്, എന്നാൽ പിന്നെ ഗീതയൊക്കെ ഇപ്പോൾ എന്തിനാ തോന്നും. അതിൻ്റെ പ്രസക്തി പറയുകയാണ്. കുറച്ച് നേരം കരഞ്ഞ സമയത്തോ
ഗീതം ഭഗവതാ ജ്ഞാനം യത്തത് സംഗ്രാമമൂർധനി. തനിക്ക് പണ്ട് ആ യുദ്ധക്കളത്തിൽ വെച്ച് ഭഗവാൻ ഉപദേശിച്ച ഗീത ഉള്ളിൽ അങ്ങനെ തെളിഞ്ഞു. ഹേ പാർത്ഥ, ഹേ അർജുന എന്നുള്ളത് ഇങ്ങനെ മുഴങ്ങുണ്ടല്ലോ, കൂട്ടത്തിൽ എന്തും മുഴങ്ങി. അർജുന, ആത്മാവ് ജനിക്കുന്നില്ല മരിക്കുന്നില്ലടോ. ആത്മാവിനെ കൊല്ലാൻ പറ്റും. അച്ഛേദ്യോയം അദാഹ്യോയം, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ജനിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ മരിക്കൂല. ഭഗവാന് ബർത്ത് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തുമില്ല, ഡെത്ത് ഡേറ്റും ഇല്ല, രണ്ടുമില്ല. ആത്മാവിനെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല, അത് ജനിച്ചിട്ടില്ല എന്നാണ്. അതങ്ങോട്ട് അറിഞ്ഞതും ആ തത്വം ഭഗവാൻ ഉപദേശിച്ചത് ഓർമ്മ വന്നു. പെട്ടെന്നുള്ള ആ ഒരു ക്രോധം കൊണ്ടും അഹന്ത കൊണ്ട് അത് മൂടിക്കിടക്കായിരുന്നു. പക്ഷേ കരഞ്ഞ് കരഞ്ഞ് കണ്ണീരിലൂടെ അഹന്ത അങ്ങോട്ട് ഒഴുകിപ്പോയപ്പോൾ ഉള്ളിലുള്ള ജ്ഞാനം അതങ്ങോട്ട് പ്രകാശിച്ചു. ഇനി ഭഗവാനില്ലാത്ത നാട്ടിൽ നിൽക്കണോ? ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നമുക്കും ഭഗവാനിലേക്ക് എത്തല്ലേ എന്ന് ചോദിച്ച് പാണ്ഡവർ ഒരുമിച്ച് മഹാപ്രസ്ഥാനത്തിനൊരുങ്ങി പരീക്ഷത്തിന് രാജ്യഭാരം ഏൽപ്പിച്ചു. അങ്ങനെയാണ് ആ ഒരു അധ്യായം അവിടെ നടത്തുന്നത്.